3:40 അല്ലേ? 3:40. അപ്പോ ഒരു 20 അരമണിക്കൂറാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ 40 മിനിറ്റുകളിന്റെ കൂടെ നിൽക്കണം. പരിശുദ്ധമായ മക്കയിലും മദീനയിലും ഹബീബിന്റെ ചാരത്തും അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ പോയി ചേരാം. അപ്പോൾ നിങ്ങൾ ഒരു 20 40 മിനിറ്റ് ഒന്നും കൂടി അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ളതും എടുത്തി ഞാൻ പറഞ്ഞു പോയാലല്ല. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെ പറ്റി നമ്മൾ വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകും. അതുപോലെ പോകുന്ന നമ്മൾ അതാരാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം പോലെ ഉംറയെ പറ്റി നമ്മൾ കാലങ്ങളായി കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ തുറന്നാൽ ഉംറ സമയത്തെ ക്ലാസ് പഠനമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പൊ ബിസ്മില്ല നമ്മൾ കണ്ടേക്കാം. ആദ്യമായി ഞാൻ പറയുന്നു, നിങ്ങൾ ധന്യരാണ്. അൽഹംദുലില്ലാഹ് ബേസിയുടെ 39ാമത്തെ ബാച്ചിൽ നിങ്ങൾ 50ഓളം വരുന്ന ആളുകൾ ഇരിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ നമ്മൾ ഓൺലൈനിലുണ്ട്. പക്ഷേ 110 ആളുകൾക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി 60ഓളം അല്ലെങ്കിൽ 50ഓളം വരുന്ന ആളുകൾ എന്തേ കാരണം? മക്ക ഒരു വിശാലമായ ലക്ഷങ്ങളല്ല കോടികൾ വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ സംഗമത്തിന് ഒരുങ്ങി നിൽക്കുക. ഹജ്ജ് ലോകത്ത് ഇത്രത്തോളം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഹജ്ജ്. മക്ക ഒരുങ്ങി കഴിഞ്ഞു. അതിന്റെ ആദ്യ പടിയായി അവര് ഒരുപാട് ആളുകളെ കട്ട് ഓഫ് ചെയ്തു. നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഞാൻ കാണുന്നത് പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ പോകുന്നതിന്റെ ആ ഒരു ജിജ്ഞാസ. പക്ഷെ എന്റെ ഫോൺ പലപ്പോഴും ഇപ്പൊ ബെല്ലടിക്കുന്നത് ഈ 60 പേരുടെ കോളിന് വേണ്ടി. ഉസ്താദ് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഞങ്ങൾ മദീനയിലേക്ക് പറഞ്ഞേക്കാം, എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഒരാൾ നാട്ടിൽ നിന്ന് ഉമ്മയെ ഉപ്പയെ കൊടുക്കും. ഒരു ലക്ഷ്യം ദുബായിലേ അല്ല, ഒരു ലക്ഷ്യം ജീവിതത്തിൽ അപേക്ഷിച്ചിരുന്ന പ്രായമായ ഉമ്മയും ഉപ്പയും ഒന്ന് സൗദിയിൽ കൊണ്ടുപോകണം, മദീനയിൽ പോകണം, മക്കയിൽ പോകണം. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, 27ാം രാവിലെ ബാച്ചിൽ നിങ്ങൾ പോകണം, നോമ്പല്ലേ കഴിഞ്ഞിട്ട് പോകാം. പക്ഷേ ഇന്നതൊരു മാനസികമായ വിഭ്രാന്തിയ. ആ ഒരു സമയത്തിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾ ഒന്നാമത്തെ ഘട്ടം നിങ്ങളൊക്കെ വിജയിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വിസയുടെ പേപ്പറൊക്കെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. ദുബായിൽ നിന്ന് വരുന്ന 90% ആളുകളുടെ വിസയും ഇറങ്ങിക്കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിസ ഒരാളും പ്രതീക്ഷിക്കേണ്ട. ഈ അറഫ നമ്മുടെ ഈ ഹജ്ജ് കഴിയുന്നത് വരെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ബാച്ചിൽ 39ാമത്തെ ബാച്ചിൽ 110 ആളിൽ നിന്ന് 60 ആളുകളെ നമ്മൾ മാറ്റിയിട്ട് ബാക്കി 50 ആളുകളായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഉംറ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ഞാൻ വേഗം പറഞ്ഞു പോട്ടോ. 40 ചോദിച്ചു. 20 മിനിറ്റ് നമ്മൾ പോകുന്നത് നമ്മളെ പറ്റിയും ബാക്കി 20 മിനിറ്റ് നമ്മൾ പോയ സ്ഥലത്തെ പറ്റിയാ പറയാൻ പോകും. അതുകൊണ്ട് ഞാൻ വേഗം പോകും, നിങ്ങളുടെ കൂടെ ഇങ്ങനെ പോയി. ഒന്നാമത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഉംറക്ക് നിർവഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ ഒറ്റ ചോദ്യം, ആദ്യമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ കാണാൻ പോകുന്നത് ഒന്ന് കൈവയ്ക്കും. ഒന്നാമത്തെ പ്രാവശ്യം പോകുന്നത് സിംഹഭാഗവും 95% ആദ്യമായി അല്ലാഹുവിന്റെ ഭൂമിയിലെ അല്ലാഹുവിന്റെ ഒരു ഭവനമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഅബയാണെങ്കിൽ ആ കഅബയെ നേരിൽ കാണാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. ഒരുപാട് രണ്ടാമതും മൂന്നാമതും പോകുന്നവരൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പോകുന്ന സ്ഥലം ചില്ലറ സ്ഥലമല്ല. ഞാൻ നിങ്ങളുടെ കൂടെ കൊണ്ടുവരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണിച്ചു ഒന്ന് നിങ്ങൾ എല്ലാവരും ഒരു 1/2 മിനിറ്റ് നേരം ഒന്ന് കണ്ണിച്ചു ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ തുടങ്ങിയാൽ മതി. നമ്മൾ പോകുന്ന ഈ അല്ലാഹുവിന്റെ ഭൂമിയിലെ ഈ കഅബ എന്താണ് നമ്മൾ നമ്മൾ മനസ്സിലെത്തുന്ന മനസ്സിലാക്കി കണ്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും നമുക്ക് ഓർക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും പിന്നോട്ട് ഒരു പക്ഷേ 5 വയസ്സിലേക്ക് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന എല്ലാവരും 5 വയസ്സിലേക്ക് തിരിച്ചു നടക്കി. അത് നിങ്ങൾക്ക് 3-ാം വയസ്സിൽ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ 3-ാം വയസ്സിലേക്ക് തിരിച്ചു നടക്കി. ഞങ്ങൾ ഒരു 3-4 സെക്കൻഡ് ഞാൻ ഉണ്ടായിരിക്കാം. നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ ശൈശവകാലത്തിൽ. ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ 1-ാം ഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കും. ഒന്ന് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ
ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര വർഷങ്ങൾ നമ്മൾ പിന്നിട്ടു. 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് കാലഘട്ടത്തിൽ നമ്മളെ പോറ്റി വളർത്തിയ ഒരു പടച്ചവൻ അല്ലേ? ഇന്ന് നമുക്ക് നിൽക്കാൻ ശേഷിയുണ്ട്. ഇന്ന് ഞാൻ പട്ടിണ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഇന്നലെ രാത്രി നാട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യൻ. ഞാൻ വളരെ കാലം ഒരു കാഴ്ച, അല്ലെങ്കിൽ എന്റെ ഒരു സുഹൃത്തിലെ ഒരു വളരെ ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിലായിട്ട് കടന്നു വരുന്ന എന്താ സംഭവം? ഇതുപോലത്തെ ഒരു പെരുന്നാൾ ദിവസം സ്വന്തം ഭാര്യയുടെ വീട്ടിലേക്ക്, ഞാൻ പറയുന്ന 20 മിനിറ്റ് നമ്മൾ ഓർമ്മയുടെ സമയമാണ്. ഇവിടെ ഉംറ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഉത്തരം പറയും. സ്വന്തം ഭാര്യ വീട്ടിലേക്ക് പിതാവിനെ കാണാൻ വേണ്ടി, സുഖമില്ലാത്ത പിതാവിനെ കാണാൻ വേണ്ടി ഒരു സ്കൂട്ടറിൽ പോവുകയാണ്, ആക്ടിവയിൽ പോവുകയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു കുറിയൊന്ന് അയച്ചാൽ അദ്ദേഹത്തിന്റെ വണ്ടി സ്പീഡായി. സ്പോട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും വീണു. നിസ്സാരമായ പരിക്കുകളോടെ രണ്ടുപേരും ആശുപത്രിയിൽ എത്തിച്ചു. എല്ലാവരും സീറ്റൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും കാണാൻ സമയം. നിസ്സാരമായ പരിക്കുകളോടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇന്നേക്ക് 1 വർഷം കഴിഞ്ഞു. ഈ മനുഷ്യന്റെ സംസാരം എന്താ സംഭവം? ഈ വീഴുന്ന വീഴ്ചയിൽ തലച്ചോറിലെ ഏതോ ഒരു ചെറിയ നിരമ്പിൽ ചെറിയൊരു പടക്കലാ സംഭവിച്ചത്. അതിനുശേഷം ഈ മനുഷ്യൻ, ഒരു കൊച്ചുകുട്ടി, ഒരു 6 മാസം പ്രായമായ ഒരു കൊച്ചുകുട്ടി ഒരു ബെഡിൽ നിന്നുകൊണ്ട് എങ്ങനെ കളിക്കുന്നുവോ, എനിക്ക് സത്യം അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. വനങ്ങുന്നില്ല. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയില്ല. നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹത്തിന്റെ ആഴം കണ്ടിട്ടായിരിക്കണം നമ്മൾ കാബയെ നോക്കേണ്ടത്. റബ്ബ് നൽകിയ അനുഗ്രഹത്തിന് നമ്മൾ തിരിച്ചു നൽകിയത് നന്ദിയുടെ സൂചകമായിട്ടായിരിക്കണം ആ കാബയുടെ ഒന്നാമത്തെ കണ്ണ് നമ്മൾ കാണേണ്ടത്. വല്ലാത്തൊരവസ്ഥ. 1 വർഷമായി ഭാര്യക്ക് സുഖം പ്രാപിച്ചു. പക്ഷെ ഭർത്താവ് ഭാര്യയിലാണ് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. എന്നെ കണ്ടു. ഞാൻ 1 വർഷമായിട്ട് ഇതുവരെ അദ്ദേഹത്തെ കാണാൻ പോയിട്ടില്ല. കാരണം വളരെ ദൈന്യമാണല്ലോ. ഒരു പിഞ്ചു കുട്ടി ഒരു വെള്ളം ചോദിക്കാൻ നാവനക്കുന്ന മാത്രം. എന്നെ കണ്ടു. അദ്ദേഹത്തിന് അട്ടഹസിക്കണമെന്നുണ്ട്. കാരണം എന്റെ കൂട്ടുകാരനാണ്. ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, കുസൃതികൾ എല്ലാം ചെയ്തവനാണത്. എന്നെ കണ്ടിട്ട് ഒന്ന് നാവനക്കിയിട്ട് ഒന്ന് അട്ടഹസിക്കാൻ പോലും കഴിയാതെ കിടക്കപ്പായൽ കിടക്കുന്ന എന്റെ സുഹൃത്തിന്റെ രംഗം കണ്ട് തിരിച്ചു വിടുന്ന ഒരു വിനീതനാണ് ഞാൻ ഈ പ്രസംഗത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ റബ്ബിന്റെ അനുഗ്രഹത്തെ മാത്രമാണ് നിങ്ങൾ ഉമ്മയോട് പറയാനുള്ളത്. അങ്ങനത്തെ ഒരു റബ്ബ് 20 വർഷം, 30 വർഷം, 50 വർഷമായി നമുക്ക് ഈ നാവ് ചലിപ്പിക്കാൻ തൗഫീഖ് നൽകിയ ഒരു റബ്ബുണ്ട് ലോകത്ത്. എത്ര കാലമായി നമ്മൾ കാണുന്നു. ഞാൻ 2 മിനിറ്റ് നേരം നിങ്ങളോട് കണ്ണടക്കാൻ പറഞ്ഞു, ഞാനും അടച്ചു. 3ാമത്തെ സെക്കൻഡ് നമ്മൾ തുറന്നില്ലേ? നമ്മൾ കാണുന്നില്ല. നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ കാണുന്നു, മക്കളെ കാണുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ചെറിയ ചെറിയ നിമിഷങ്ങളിൽ പോലും അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഞാൻ പലപ്പോഴും മുമ്പയുടെ ക്ലാസ്സിൽ പറയാറുണ്ട്, റബ്ബിന്റെ അനുഗ്രഹത്തെ പറ്റി ഓർത്താൽ അത് മാത്രം മതി ഈ ദുനിയാവിൽ നമുക്ക് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ. എത്ര കാലമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് വെള്ളം പൊട്ടിച്ച് കുടിക്കുന്നു. ചിലപ്പോഴേക്ക് നമ്മൾ ഹോട്ടലിൽ പോയി ബില്ലടക്കാതെ എത്ര ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു. ഞാനിവിടെ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, അണിയൊറ്റ വേലി കൊടുന്ന് അരക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന ഒരു പാസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ഈ വിരലനക്കണമെങ്കിൽ ഈ തലച്ചോറിലേക്ക് ആദ്യം നൽകുന്ന ഒരു ശക്തിയുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് ഈ വലത്തെ വിരലിന് 2ാമത്തെ വിരലിറക്കണം. ഈ 2ാമത്തെ വിരൽ ഇങ്ങനെയാവണമെങ്കിൽ നമ്മളറിയാത്ത ഒരുപാട് ഊർജങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ സുഷിരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബ്, ആ റബ്ബ് അവന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കപ്പെട്ടവരുടെ പേരാണ് ഹജ്ജി. ആ വിളിക്കപ്പെട്ട ആളുടെ പേരാണ് ഉംറയ്ക്ക് പോകുന്ന ആൾ. ലോകത്തിൽ എത്ര ജനങ്ങൾ കഴിഞ്ഞുപോയി. അല്ലാഹു നമുക്ക് നൽകിയ ജീവിതത്തിൽ അല്ലാഹു നമ്മളെ പരിഗണിച്ചു, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഇരിക്കുന്ന ഈ യുദ്ധം അല്ലേ? നമ്മൾ അല്ലാഹുവിന്റെ വീട്ടിലേക്ക് അതിഥിയായി പോവാൻ പോവാൻ. ഇത്രയും കാലം നമുക്ക് ഭക്ഷണം തന്നു. ഈ ചെറിയ പ്രായം മുതൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നു. നടക്കാൻ നമുക്ക് അറിയില്ലല്ലോ, സംസാരിക്കാൻ നമ്മൾ അല്ലാഹുവിലേക്ക് കടക്കണം. വേറെ ഒന്നും ചിന്തിക്കണ്ട, റബ്ബിനെ മാത്രം ചിന്തിച്ചിരിക്കുന്നത്. എന്തെല്ലാം തന്നു നമുക്ക്. അൽഹംദുലില്ലാഹ്, ദുബായ് എന്ന് പറയുന്ന ആഡംബരങ്ങളുടെ ലോകത്ത് നമ്മൾ അധിവസിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബക്കാരൻ നാട്ടിലുണ്ട്. എത്ര അനുഗ്രഹങ്ങൾ. ഇനിയോ നമുക്ക് നിൽക്കാൻ പോകുന്നുണ്ടോ? നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കൈ പൊന്തുന്നുണ്ട്. നമുക്ക് കിടക്കാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിടക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ഞാൻ ഈ എത്ര ശ്വാസം മുന്നോട്ട് വലിച്ചു. ഒരു ബില്ല് ഞാൻ അടച്ചില്ലല്ലോ. അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഒരു ദിവസത്തിന് 1 ലക്ഷം രൂപയാണ് നമ്മുടെ ശ്വാസത്തിന് ബില്ലടക്കുന്നത്. ഹോസ്പിറ്റലില്ല, മിംസില ഒരു ദിവസത്തിന് 1
എന്തിന്? ഈ ശ്വാസം നമ്മളൊക്കെ 30 കൊല്ലം 50 കൊല്ലമായി നമ്മൾ ശ്വസിച്ച ശ്വാസത്തിന് ഒരു ദിവസത്തെ ബില്ല് 1,00,000. ഈ പടച്ചോൻ നമ്മളോട് ചോദിച്ചില്ല. നമ്മൾ ഇങ്ങനെ ശ്വസിക്കാൻ അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തിന്റെ വിശാലമായ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ ഒരു റബ്ബ് ഈ ലോകത്ത് നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്. നമുക്ക് മക്കളായി, നമുക്ക് കുടുംബക്കാരായി, എല്ലാമായി. എന്നിട്ട് നമ്മളെ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ ഈ പറയുന്ന റബ്ബിന്റെ ഭൂമിയിലെ അവന്റെ വീടാണ്. എനിക്കൊരു വീടുണ്ട് ദുനിയാവിൽ. അല്ലാഹു പറയാണ് ബൈത്തുല്ലാഹ് അല്ലാഹുവിന്റെ വീടാണ്. നമുക്ക് ദുബായ് ഭരണാധികാരി ഷെയ്ഖാന്റെ വീട് കാണാൻ പറയുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. ഇപ്പൊ നാളെ പറയുകയാണെങ്കിൽ നാളെ ദുബായ് ഷെയ്ഖിന്റെ വീട് കാണാൻ അവസരം എത്ര സന്തോഷം ഉണ്ടാവും. പടച്ചോനെ ഈ ദുബായ് ഷെയ്ഖാന്റെ വീട് അല്ലേ, നമ്മൾ നല്ല സന്തോഷം തോന്നൂലേ? ആ സമയത്ത് നമ്മളെന്തായാലും ഒന്ന് കൈ കൊടുക്കണം, ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ ഇടണം. ഇപ്പോഴത്തെ കാലത്ത് അല്ലേ? എന്നാൽ ഈ നമ്മളെ കാണുന്ന ഈ ഞാൻ വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി വന്നോലല്ലേ, നമ്മുടെ നാടിന്റെ വലുപ്പം നമ്മൾ കണ്ടില്ല. അങ്ങനത്തെ കോടിക്കണക്കിന് വരുന്ന എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു റബ്ബ്. ആ റബ്ബിന് പറയുന്ന പരണ്ട് ഈ ഭൂമി. ആ ഭൂമിയിലേക്ക് അള്ള പറയാൻ നമ്മളെ അതിഥിയായിട്ട് നമ്മൾ ക്ഷണിക്കും. അപ്പൊ നമ്മൾ വണ്ണപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനത്തെ ഒരു റബ്ബിന്റെ വീട്ടിലേക്ക് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചൊന്നും പരിഗണിച്ചില്ല. നമ്മുടെ നിസ്കാരത്തിന്റെ ആയം നമുക്കറിയില്ല. ഉമറുല്ലാഹി പറഞ്ഞ നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? അമ്പ് ശരീരത്തിൽ ഏറ്റത്രേ. അപ്പൊ അമ്പ് ഊരാൻ കഴിയുന്നില്ല. അപ്പൊ ഉമറുല്ലാഹി പറഞ്ഞ അവസാന സമയത്ത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സുന്നത്ത് നിസ്കരിക്കാം. അപ്പൊ ഞാൻ അള്ളാഹുവിനെ കാണും. അള്ളാഹുമായിട്ട് മുനാജാത്താവുമ്പോൾ ഇതിന്റെ ശരീരത്തിൽ വന്ന ഈ അമ്പുണ്ടല്ലോ, നിങ്ങൾ അപ്പൊ വലിച്ചോളി. അപ്പൊ എനിക്ക് വേദന ഉണ്ടാവില്ല. ഇതാണ് നിസ്കാരം. എങ്ങനെ ശരീരത്തിൽ വേദന ഉണ്ടാക്കാൻ വേണ്ടി ഉമറുല്ലാഹി നിസ്കാരത്തിൽ പ്രവേശിച്ചു. നിസ്കാരത്തിൽ പ്രവേശിച്ചപ്പോൾ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും ഓർമ്മ വരില്ലല്ലോ. നമ്മളൊക്കെ ഭയങ്കര നിസ്കാരക്കാർ. 20 നിസ്കരിച്ചാൽ എല്ലാം നമുക്ക് ഓർമ്മ വരുന്നത്. നിസ്കാരം കൊണ്ട് പടച്ചോനെ ഒന്നും പിടിച്ചിരിക്കാനല്ല. നോമ്പ് നമ്മുടെ നോമ്പിന്റെ ഭാവം നമുക്കറിയാം. നമ്മൾ എന്തൊക്കെ ചെയ്തു പക്ഷെ പടച്ചോൻ അതിന്റെ കൂലിയെ പറ്റി ഒന്നും നമ്മളോട് പറഞ്ഞില്ല. എന്നിട്ടും അവന്റെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അതും ഈ പരിശുദ്ധമായ ഈ ശവ്വാലിന്റെ മാസത്തിൽ അല്ലാഹുവിന്റെ ഭൂമിയിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെല്ലാം അറബക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ സൗദി ഗവൺമെന്റ് ഒരുപാട് പരിമിതികൾ സൃഷ്ടിച്ചപ്പോഴും അതിനെയെല്ലാം വകഞ്ഞു മാറ്റി അൽഹംദുലില്ലാഹ് ഈ ടീമിന് അതിനുള്ള തൗഫീഖ് വന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ പോകുന്ന കഅബ, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഭവനമാവുന്ന കഅബയെ നമ്മൾ നേരിൽ കാണുന്ന ഒരു നിമിഷം ഇന്ന് മുതൽ നമ്മൾ സ്വപ്നം കാണും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല. ഈ അല്ലാഹുവിനെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കും. നമ്മൾ കുറേ എത്ര ഉംറ ഉണ്ടാവുക? കഴിഞ്ഞ പ്രാവശ്യം എത്ര ഉംറകള്? ഞങ്ങൾ 3 ഉംറ. ഒന്നാമത്തെ ഉംറ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം 15 ലക്ഷം ആളുകളാണ് ഈ 27-ാമിനൊക്കെ ഉംറക്ക് പോയിട്ട് തിരക്കി. അപ്പൊ അമീർ രണ്ടാമത്തെ ഉംറ ചെയ്യാൻ പറ്റില്ല, ഉംറ ചെയ്യാൻ കഴിയില്ല. പിന്നെ അടുത്ത വർഷം പ്രസംഗിച്ചല്ലോ 3 ഉംറ തരുമെന്ന്. ഒരു ഉംറയൊക്കെ ചെയ്തിട്ടുള്ളൂ, ബാക്കി പൈസ തിരിച്ചാൽ എന്ത് ഉംറ വന്ന് ചെയ്യാൻ മതി. നിങ്ങൾ അവിടെ പോയിട്ട് ഉംറ പരിശുദ്ധമായ കാബകളെ നോക്കി നിൽക്കാനേ നിങ്ങൾക്ക് തൗഫീഖുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട, അത് മതി. അതെ, നമ്മുടെ ഒരേ ഇബാദത്ത് ചെയ്യാനൊന്നുമില്ല. ഞാൻ പറയാൻ കാരണം എന്തായോ, കുറെ ആൾക്കാർ പോയിട്ട് അവിടെ പോയിട്ട് ഒരുപാട് ഉംറ ചെയ്യണമെന്നില്ല. ഈ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു മനസ്സ് തുറന്ന ഒരു ഉംറ നമുക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് 3 ഉംറകളെ കൊണ്ട് ചെയ്യും. അതിനെക്കാട്ടുള്ള തൗഫീഖ് ഇനി നമുക്ക് ചെയ്യാം. നമ്മുടെ മനസ്സിൽ കാണേണ്ടത് ഈ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭൂമിയിലെ അല്ലാഹുവിന്റെ വീടിന് മുന്നിൽ ഭവ്യനായി നിൽക്കാം. നമുക്ക് ഈ അല്ലാഹു നമുക്ക് കാണാൻ പറ്റില്ലാവല്ലോ അല്ലേ? നമ്മൾ തേടുമായിരുന്നു. നമുക്ക് ഒരു 50 വയസ്സ്, നമുക്ക് കണ്ണ് കാണില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ നമുക്ക് ഫസ്റ്റ് കണ്ണിന് കാഴ്ചപ്പെടുത്തും. ഇതിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കണ്ണ് നമ്മൾ ഇവിടുന്ന് എഴുതിയിരുന്ന സമയത്ത് ഞങ്ങളെ ഭയപ്പെടുത്താൻ പറയില്ല. നമ്മുടെ നിയാമത്തിന്റെ ആഴം തിരിയണമെങ്കിൽ ഒന്നും ഇല്ല എന്ന് സങ്കല്പിച്ച് നോക്കണം. ഞാൻ ഇന്ന് നിർബന്ധത്തിന്റെ ഈ അല്ലാഹു തആല ഈ കണ്ണ് എന്ന് പറയുന്ന കാഴ്ച ശക്തി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പടി മുന്നോട്ട് പോകാൻ കഴിയും. സ്വന്തം മക്കളെ കാണാൻ കഴിയും. നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്ക് വന്നു പോകുന്നുണ്ട് എന്നതുപോലെ അല്ലാഹു നൽകുന്ന നിഅമത്തുകളൊക്കെ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ, നീ എനിക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നു, അൽഹംദുലില്ലാഹ്. മനസ്സിൽ അതിന്റെ ഒന്നാമത്തെ വഴിയായി നമ്മൾ ഈ മുമ്പ് നമ്മൾ കാണണം.
നമുക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ പിതാവ് മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ അതിനെപ്പറ്റി ഞാൻ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, എനിക്ക് അള്ളാഹിനെ കാണണം. പറഞ്ഞില്ലേ, അള്ളാഹു എനിക്ക് അന്നൊന്ന് കാണണം. ഈ കാണുന്ന നിയമത്തെ ഇങ്ങനെ വെറുതെ തരികയാണല്ലോ, ഇന്ന് എത്ര കാലമായി പോറ്റുന്ന റബ്ബേ, ഒന്ന് കാണിച്ചു തരുമോ? അള്ളാഹു പറഞ്ഞു, മൂസ എന്നെ ദുനിയാവിൽ കാണാൻ കഴിയില്ല, കാരണം എന്റെ ശക്തി, എന്റെ തജല്ലി, എന്റെ നൂറ് നീ കണ്ടാൽ നീ പരിപൂർണമായി പോകും. പടച്ചോനെ പറ്റില്ല, എനിക്ക് തന്നെ കാണണം. മൂസ നബി അള്ളാഹു ചരിത്രത്തിലാണ് പറഞ്ഞത്, മൂസ തുനിസിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒന്ന് വാ. അവിടെ മൂസ നബി അലൈഹിസ്സലാം തുനിസിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു. തുനിസിയ പർവ്വതത്തിന്റെ മുകളിൽ വന്നപ്പോൾ ഫലമ്മാ തജല്ലാ റബ്ബുഹു ഖറ മൂസ സഈഖ എന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിന്റെ ചെറിയ നൂറാനിയത്തിന്റെ ചെറിയ തജല്ലിയുടെ ഒരു സ്പാർക്ക് കണ്ടപ്പോ ഖറ മൂസ സഈഖ, മൂസാവിൽ ബോധരഹിതനായി വീണു. അല്ലാഹുവിനെ താങ്ങാൻ കഴിയില്ല. പിന്നെ അല്ലാഹു തആല ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന നിയമത്തിന്റെ അല്ലാഹു പറയുന്ന വര വീട് എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാഹു തആല ലോകത്തിൽ എല്ലാ സ്ഥലത്തുമുണ്ട്. സ്വന്തം വീട് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല എത്ര പ്രാധാന്യം നൽകുന്നു. അല്ലാഹുവിനെ കാണാൻ കഴിയുമെങ്കിലും അല്ലാഹുവിന്റെ വീട് കാണാൻ തൗഫീഖ് നൽകിയ ആളുകളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പോകുന്ന ഉംറയിൽ അല്ലാഹുവിന്റെ ഭവനമാവുന്ന കഅബ കാണുമ്പോൾ ഈ കാലത്രയും നമുക്ക് ചെയ്ത നിഅമത്തിന്റെ രക്ഷിതാവിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊരു ഓർമ്മയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കേണ്ടത്. അതിന്റെ പണി നമ്മൾ തുടങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് അറിയാം, നമ്മുടെ വീട്ടിൽ വിരുന്ന് പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടോ ഇപ്പൊ നമ്മുടെ കെട്ടിച്ചപ്പോഴോ വലിയ വിരുന്ന് പോകാം, സൽക്കാരാണ്, അതിഥിയാണ് പറഞ്ഞത്. ഇപ്രകാരമാണ് അല്ലാഹുവിന്റെ അതിഥികളാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ സൽക്കാരം അല്ലാഹുവിന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. ഇപ്പൊ നമ്മൾ നമ്മളെ വെട്ടിയാലേക്ക് പോകുമ്പോൾ കയ്യിൽ പൊതിയിലേക്ക് മോശം എന്താ, ഒരു വീട്ടിൽ പോകുമ്പോഴായിട്ട് മര്യാദയാണ് നമ്മളെ കയ്യിൽ എന്തെങ്കിലും പിടിക്കാൻ. അള്ളാഹ് നമ്മളെ അതിഥിയായി വിളിച്ച് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മളെ കയ്യിൽ അല്പം കൊണ്ട് കാബത്ത് പോകാൻ പറ്റും, ജിലേബി കൊണ്ട് കാബത്ത് പോകാൻ പറ്റും. അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരമായ കൽബുമായി നമ്മൾ പോകും. അതങ്ങനെ അല്ലാഹ് എന്ന് പറയുന്ന ഒരു ബോധം നമ്മുടെ ഈ ഹൃദയത്തിന്റെ ഇവിടെ വന്ന് നമ്മുടെ ശരീരത്തിലൊക്കെ എല്ലാവരുടെ ശരീരത്തിലും നമ്മുടെ ചെറിയൊരു മാംസമുണ്ട്. ഇതാണ് നമ്മളും പുറത്തു കിടക്കുന്ന പോത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് ഹൃദയം ചിന്തിക്കാനും ഓർക്കാനും കരയാനും ചിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു കൽബ് നമുക്കുണ്ട്. ഈ കൽബിനെ ശുദ്ധിയാക്കാനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ ഉംറയെ മാറ്റുന്നത്. ഇത് നന്നായോ നമ്മുടെ മുഴുവൻ ഈ ഉംറയിൽ നമ്മൾ ആ കാബയുടെ മുന്നിൽ പോയിട്ട് പൊട്ടിക്കരയുന്ന കണ്ണീരുമായി ആ കാബയുടെ നേരെ ഈ ഹൃദയവുമായി ചേർത്ത് വെച്ചാൽ കഴിഞ്ഞു പോയതെല്ലാം നമുക്ക് പുറത്തു തരും. അതുകൊണ്ട് ആദ്യത്തെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇങ്ങനത്തെ ഒരു ഭവനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനത്തെ അല്ലാഹുവിന്റെ അടുക്കലേക്കാണ് നമ്മൾ മക്കയിൽ പോകുന്നത്. ഇനി നമുക്ക് പോകാൻ രണ്ടാമത്തെ സ്ഥലമാണ് മദീന. മദീന വല്ലാത്തൊരു തണുപ്പിന്റെ സ്ഥലമാണ്. നമ്മളറിയുന്നത് മദീനയിൽ എന്താ ചെയ്താലേ മദീനയിൽ സമയം വലിയ പറയുന്നില്ല, കാരണം മക്കത്ത് ഉംറയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് മദീനത്തെ റസൂലുള്ളാഹിയുടെ സലാം പറഞ്ഞാൽ അവിടെ പറയാൻ സമയം വേണ്ട കുറെ ആൾക്കാരെ. എന്നാലും മദീനയിലാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രവും ഈ ലോകത്തിന്റെ മുഴുവൻ ആണിക്കല്ലും കിടക്കുന്നത് മദീനയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നു. എന്തിനാണ് നമ്മൾ റസൂലിനെ ഇഷ്ടപ്പെടുന്നത്? ചോദ്യത്തിന് മറുപടി നിങ്ങൾക്ക് ഉണ്ടാവും. റസൂൽ നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വണ്ണവും വലിപ്പവും നമ്മൾ അറിയുകയാണെങ്കിൽ മദീനയുടെ ഒരു തരിന പോലും നമ്മൾ ചവിട്ടില്ല. മദീനയുടെ തരിന പോലും നമുക്ക് ചവിട്ടാനില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് റസൂൽ ചോദിച്ചിട്ടുണ്ട്, എന്താ ജിബ്രീലെ ഹദീസിൽ കാണാം, എന്താ ജിബ്രീലെ അങ്ങ് എത്ര വയസ്സുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ വരുമല്ലോ, ഒരു ഖുർആൻ മാത്രം പറഞ്ഞാൽ പോവോ? സംസാരിക്കൂല. എത്ര ഖുദ്സിയായ എത്ര ഹദീസുകളുണ്ട്. ഖുർആനിലെ ആയത്ത് അല്ലാഹ് കൊണ്ടുവെടുക്കൂ. അല്ലാഹു തആല ആയത്തുകൾ ബിലാൽ ഇങ്ങോട്ടേക്ക് പോവോ? ഒക്കെ പറഞ്ഞില്ലേ ഖദീജ ബീവിയോട് റസൂൽ പറഞ്ഞില്ലേ, അല്ലയോ ഖദീജ, ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ജിബ്രീൽ ഖദീജ ബീവി ചോദിച്ചു, അല്ല നബിയേ, ജിബ്രീലിന്റെ പേര് പറഞ്ഞോ? ജിബ്രീലിന്റെ പേര് പറഞ്ഞോ? തമാശ പറയില്ലേ, പലതും പറയില്ലേ. കൂടുതൽ റസൂൽ സംസാരത്തിനിടയിൽ ചോദിച്ചു, അല്ല ജിബ്രീലേ, മലക്കാണല്ലോ, കുറെ കാലമായാലും ജീവിക്കുന്നത്, നമ്മൾ ആലോചിക്കണം, അല്ലാഹു നമ്മൾ മാത്രമൊന്നല്ലേ, നമ്മളിപ്പോ ഫ്ലൈറ്റ് പൊന്തിയാലും കാണുന്നത്
കുറച്ചിങ്ങനെ പോകുമ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ പോകുമ്പോൾ കുറേ പച്ചങ്ങനെ കാണും. ദുബായിൽ നിന്ന് ബുർജ് അങ്ങനെ കാണും. ഇതൊന്നല്ല അള്ളാഹുവിന്റെ ലോകം. സുൽത്താനിലേക്ക് പോയി ഇതൊക്കെ നമ്മൾ ചിന്ത വളർത്തി നമ്മൾ വിചാരിക്കുന്നത് ഒരു 2000 രൂപ ഫേസ്ബുക്ക് കൊടുത്ത് ഇവിടുന്ന് ഒരു ടാഗും തന്ന് ചുറ്റി അവിടെ സൈൻ ചെയ്ത് മുടി മുറിച്ച് അത് മദീന സലാം പറഞ്ഞു പറയാൻ നമ്മൾ ഒരാൾ മക്കത്തും മദീനത്തും പോകണം. നമ്മുടെ ചിന്തയുടെ ലോകത്തെ വളർത്തണം. നമുക്ക് നൽകിയ ജ്ഞാനത്തിന്റെ ആഴം ചിന്തിക്കണം. കുറച്ച് ചിന്തിക്കും. ഇത് മാത്രമായി ഉംറയോട് നമ്മൾ നിർവഹിക്കേണ്ടതുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കേൾക്കണം. എത്ര മലക്കുകളുണ്ട് അല്ലാഹു തആലാക്ക്. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരു ദിവസം 70,000 മലക്കുകൾ പ്രവേശിക്കുന്ന ഒരു സ്ഥലം. ഒരു ദിവസം 70,000 മലക്കളെ കൊടുക്കാൻ കയറുക. എന്നിട്ടോ ഒരു റിട്ടേണ്ടോ ഇല്ല. പിറ്റേ ദിവസം പിന്നെയും പോവാ. ഇത് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ തുടരുന്ന ഒരു ലോകം ബൈത്തുൽ മഅമൂറിൽ. പിന്നെ ഈ അള്ളാന്റെ ലോകത്തിന്റെ വലിപ്പം ആലോചിച്ച് നാളെ പോയതന്നെ 1,40,000 കോടാനുകോടി വർഷങ്ങളായ അള്ളാഹു എന്ന് പറയുന്ന വലിയൊരു പ്രപഞ്ച സത്യത്തിനെ നമ്മുടെ ഈ ഹൃദയത്തിലേക്ക് നമ്മൾ ആവാഹിക്കണം. അത്രയും വലിയൊരു റബ്ബ് ഈ കാണുന്ന കോടാനുകോടി വരുന്ന മനുഷ്യർക്കിടയിൽ നമ്മളെന്താണ് അവന്റെ വീട്ടിൽ ക്ഷമിക്കാൻ. ഞാൻ വീണ്ടും തിരിച്ചു വന്നത് എങ്ങനെയുണ്ട്? അള്ളാഹു നമ്മളെ ഒരു ഉറുമ്പിന്റെ ചെറുതുണ്ട്. നമ്മളെ കാലിന്റെ അടിയിൽ ഒരു ഉറുമ്പ് പോയി നമ്മുടെ ചവിട്ടി നമ്മളറിയില്ലോ. എന്നാൽ ആ ഉറുമ്പിനെ പ്രസവിച്ച് അതിന്റെ ഭക്ഷണം പോലും ഞാൻ നിൽക്കുന്ന റബ്ബ് എന്റെ ഈ കയ്യിൽ പിടിക്കുമ്പോൾ ഇവിടെ ഒരു പാറ്റ വന്നിരുന്ന ഞാൻ എടുത്ത് തട്ടും. ഈ പാറ്റയെ പോലും ഞാൻ ഇവിടെ ഒരു പാറ്റയെ തട്ടി നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. ഞാൻ ഇത് പരിഗണിച്ചിട്ടില്ല. പാറ്റയ്ക്ക് പോലും ഭക്ഷണവും വെള്ളവും അതിന്റെ ആയുസ്സും നിയന്ത്രിക്കുന്ന റബ്ബ്. ഇങ്ങനെ കോടാനുകോടി വരുന്ന റബ്ബിന്റെ ഒരു അടിമയാണ് ജിബ്രീൽ. ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാനല്ലേ ജിബ്രീൽ നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്? എന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാനിപ്പോ എന്താണ് എന്റെ 4ാമത്തെ സ്റ്റേജിലാണ് ഞാൻ ഉള്ളത്. 4ാമത്തെ സ്റ്റേജിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ ചോദിച്ചു ഈ 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ് ലോകത്തിൽ 70,000 പ്രാവശ്യം 70,000 വർഷത്തിന് ശേഷം ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. 70,000 വർഷങ്ങൾക്ക് ശേഷം ഒരു നക്ഷത്രം ഉദിക്കുക. ആ നക്ഷത്രത്തെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? അങ്ങനെ 70,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആലോചിക്കുന്നു ജിബ്രീലിന്റെ വയസ്സ്. ഒരു കാൽക്കുലേറ്റർ തെറ്റു ഒന്നുകൂടി കൂട്ടി 70,000 വർഷത്തിന് ശേഷം ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ ജിബ്രീലിനോട് എത്ര വട്ടം കണ്ടു? അങ്ങനെ ഞാൻ 70,000 വട്ടം കണ്ടിട്ടുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞല്ലോ ആ നക്ഷത്രം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ മണ്ണിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ ലോകത്ത് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ വരാനിരിക്കുന്ന ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഹബീബിന്റെ മുന്നിൽ നമുക്കൊരു ചാൻസ് കിട്ടാൻ പോയിട്ട് പറയണ്ടേ സലാമി. അവിടെ പിടിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ പറയും നബിയേ എന്നെ കൈപിടിയെന്ന് ഒറ്റ വാക്ക് കണ്ണ് നിറഞ്ഞ് പറഞ്ഞാൽ സങ്കടപ്പെടണ്ട. നമുക്കുള്ളതാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവർ നമ്മളായി മാറുന്ന നിമിഷമാണ് നമുക്ക് വരാനുള്ളത്. എനിക്കിപ്പോ എന്ത് കാര്യം ചെയ്യണം നിങ്ങൾക്ക് എന്റെ സിറാജ് 20 വർഷമായി ഒഴിവാക്കിയിട്ടും ചൂടായിട്ട് ഒഴിവാക്കുന്ന സുൽത്താനിന്റെ സിറാജ് എന്ത് കാര്യം നിങ്ങളിപ്പോ എല്ലാവരും തല്ലാമെന്നാലും സിറാജിനെ വിട്ട് 1004 അടി വാങ്ങും എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഈ സിറാജിനെ നിയന്ത്രിക്കാൻ എത്ര വരെ കഴിയും? ഈ മേപ്പോട്ട് വലിച്ച ശ്വാസം ഉണ്ടല്ലോ കീപ്പോട്ട് വന്നില്ലെങ്കിൽ ഇവിടെ കടത്തുന്നില്ല കൊണ്ടുപോകും. ഒന്നാമത്തെ പിടിക്കും കബറിലിറക്കും. അവിടെ നിങ്ങൾ എല്ലാവരും പോകും, സിറാജും പോകും. അവിടെ അങ്ങോട്ട് ഈ മുസ്തഫക്ക് താനായി നിൽക്കാൻ ലോകത്ത് അല്ലാഹു ഒരാൾക്ക് അവകാശവും അതിനുള്ള ശക്തിയും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കൂട്ടി നോക്കി ലോകത്ത് വലിയ മനുഷ്യരുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചാൽ മതി. മരിച്ചാൽ നമുക്ക് വർഷങ്ങളായി കാലങ്ങളായി നീണ്ടുനിൽക്കുന്ന ലോകത്ത് കൈപ്പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ അവരുടെ പേരാണ് മുത്തുമുത്തോളി. അങ്ങനത്തെ ഒരു നബിയെ ദുനിയാവിൽ പോയിട്ട് സലാം പറഞ്ഞ നബിയെ എന്റെ ആഗ്രഹം അങ്ങ് കാക്കണേ എന്ന് പറയാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരാൾ മദീനയിൽ ചെന്നുകൊണ്ട് സലാത്തിന്റെ ഭാണ്ഡവുമായി ഹബീബിന്റെ അടുക്കലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ മക്കയുമാണ് നമ്മൾ പോകുന്നത്, ഇങ്ങനത്തെ മദീനയിലേക്കുമാണ് നമ്മൾ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നോർമൽ. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ബുധനാഴ്ച നമ്മൾ ബസ്സോടെ കുറച്ച് ആൾക്കാർ ദുബായിൽ നിന്ന് കയറും അല്ലേ, കുറച്ച് ആൾക്കാർ ഷാർജയിൽ നിന്ന് കയറും,
കുറച്ച് ആൾക്കാർ അബുദാബിയിൽ നിൽക്കും. നമ്മുടെ ബസ് ഷാർജയിൽ നിന്ന് സുബൈ നിസ്കരിച്ച ശേഷം നമ്മുടെ ബുധനാഴ്ച നമ്മുടെ ബസ്. അപ്പൊ നിങ്ങൾക്ക് ഷാർജയിലേക്കാണ് എത്താൻ പറ്റുന്ന ആളുകളൊക്കെ ഷാർജയിലേക്ക് എത്താം. അല്ലാതെ 9 മണി അല്ലെങ്കിൽ 8:30 9 മണിയാകുമ്പോഴേക്കും നിങ്ങൾ ദുബൈയിലാണ്. ദുബൈ അതിന് നിങ്ങൾക്ക് അബുദാബിയിലേക്കാണ് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒരു 11 മണിയാകുമ്പോഴേക്കും അബുദാബിയിലേക്ക് എത്താം. മാഷാ അല്ലാഹ് കണ്ടിരുന്നു. അപ്പൊ അബുദാബിയിലേക്ക് ഇങ്ങനെ നമ്മുടെ ബസ്സിലേക്ക് നമ്മളെല്ലാവരും കയറും. അപ്പൊ നമ്മൾ എന്തൊക്കെ കയറണം, അതാണ് ചോദ്യം. എന്തൊക്കെ കയറണം? ഒരു ടൂർ പോലെ നമ്മളല്ലേ, അപ്പൊ ടൂർ പോകുമ്പോൾ എന്തൊക്കെ വേണം? ടൂർ എന്ന് പറഞ്ഞാൽ സാധാ ടൂറല്ല. നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ലിസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഉംറക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ കരുതണമെന്നുള്ള ലിസ്റ്റ് ഇൻഷാ അല്ലാഹ് ഈ ഗ്രൂപ്പിൽ നമ്മളെ ട്രാവൽസിന്റെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും. ആദ്യമായി നമ്മൾ പുരുഷന്മാരെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉംറ നിർവഹിക്കാനുള്ള 2 ഡ്രസ് അല്ലേ. ഉംറ നിർവഹിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് ഒരു മേൽമുണ്ട് ഒരു കീഴുമുണ്ട്. അതിൽ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താ, നമ്മള് ഒരു ഉംറ കണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ആകെ ഉയർത്തി കുറിച്ചിട്ടുണ്ടാവും. ഷുഗർ പ്രഷറൊക്കെ ഒന്ന് ശരിക്കും ചെയ്യണം. 7 പ്രാവശ്യം തവാഫും 7 പ്രാവശ്യം സഅയും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശരീര ഡ്രസ്സൊക്കെ മുഷിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വീണ്ടും റൂമിലൊക്കെ പോയി മാറ്റിയിട്ട് വീണ്ടും നമുക്ക് ഹറം തൊഴിൽ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് എപ്പോഴും ഇഹ്റാമിന്റെ വേഷത്തിലായാൽ മാത്രമേ ഹറം തൊഴിൽ നമ്മൾ കേട്ടുള്ളൂ. ഉംറ കഴിഞ്ഞ് വാങ്ങോട്ട് ജമാഅത്തിൽ പോകണം. അപ്പൊ നമ്മൾ ഉംറയുടെ വേഷത്തിലാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറ്റും. കാരണം തൊട്ട് ജമാഅത്തിൽ കൊടുക്കാം. വെള്ളിയാഴ്ച നമുക്ക് മതാബിൽ ഇറങ്ങിയിട്ട് ജമാഅത്തിൽ. അപ്പൊ അതുകൊണ്ട് 2ഓ 3ഓ കൊണ്ട് നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ ഒരാൾ അരക്കി ആരക്കുന്ന സമയത്ത് മറ്റൊരു വേഗം ഉള്ളിലേക്ക് പോകാൻ പറ്റും. നമുക്ക് നല്ലൊരു ഉംറയുടെ ഡ്രസ് 1ഓ 2ഓ മറ്റൊരു 3 കൂട്ടം വാങ്ങി വെച്ചാൽ നമ്മുടെ ആളുകൾ അതൊക്കെ വലിയ സംഭവമാണ്. നമ്മുടെ ആളുകൾ ഈ ഉംറക്ക് പോയ ഈ വലിയ ഡ്രസ് കിട്ടാണ് കബുംറയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട്. അപ്പൊ നമുക്കാർക്ക് ഓർമ്മയുണ്ടോ? ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ എനിക്ക് ഓർമ്മയുണ്ടോ? പോകാൻ വെച്ചിട്ട് നമ്മൾ കബുംറ അതെന്താ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ വാങ്ങുന്ന സാധനല്ലേ. മുമ്പുള്ള ആളുകളല്ല ഈ ഉംറക്ക് പോകുന്ന ഈ ഡ്രസ് എടുത്ത് വെച്ച് ഇതുകൊണ്ട് തന്നെ കബുംറ ചെയ്യണമെന്ന് പറഞ്ഞ് മഹാന്മാർ കഴിഞ്ഞു കിട്ടുന്നു. 10ഓളം മഹത്തുള്ള ഒരു ഡ്രസ്സാണ്. അപ്പൊ വീഡിയോ പോയി നല്ലൊരു നമ്മുടെ ഡ്രസ് പിന്നെ ഒരു നല്ലൊരു ഇസ്ലാമിക ഡ്രസ് വാങ്ങി സ്ത്രീകൾ നല്ലൊരു ഇസ്ലാമിക വേഷം പർദ്ദൊക്കെ പലയാതി മോഡൽ പർദ്ദണ്ട്. അപ്പൊ പർദ്ദന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മുഖവും മുൻകൈയും ഇല്ലാതെ മുഴുവൻ നമ്മളെന്താകണം. അപ്പൊ നമ്മള് കാബയെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൈ പിടിച്ച് മൊത്താനുണ്ടോ? ശരിക്കും കാബയെ അജറുലേക്ക് നമ്മൾ എടുത്താൽ പോലും മുത്തുന്ന സമയത്ത് കൈ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് കൊണ്ടുള്ള കൈ എന്താ ഉണ്ടാവും. മസ്ജിദിൽ മുതൽ 1000 വരെ അവിടെ തുറക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളൊക്കെ ഇവിടെ എന്താക്കണം, ഒരു ഇന്ന എന്തായാലും പേര് നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് മരണം കാണാം ഉള്ളിൽ സ്കിന്നിനോടുമായിട്ട് പിടിച്ചിട്ടുള്ള അതുങ്ങളെല്ലാവരും ധരിച്ചു. അത് നല്ല വാഹനത്തിലുള്ള ഡ്രസ് നിങ്ങളുണ്ടാക്കി നിങ്ങൾ നല്ല ഇസ്ലാമിക വേഷമുള്ള നല്ലൊരു അച്ചടക്കമുള്ള മക്കയിലും മദീനയിലും അരിയിലെ ചാരത്തിൽ നിൽക്കാൻ പറ്റുന്ന നല്ല ഒതുക്കളുടെ ഡ്രസ് സ്ത്രീകളും. പിന്നെ പാസ്പോർട്ട് കാര്യങ്ങൾ അതൊക്കെ ഇതാവുന്നതിന്റെ അവസാനം എന്തൊക്കെ കാര്യങ്ങൾ അത്ര സാങ്കേതിക വിഷയങ്ങൾ ഞാൻ ആ സമയത്ത് സൂചിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ബിസ്മില്ലാ നമ്മുടെ ബുധനാഴ്ച നമ്മുടെ രാവിലെ നമ്മുടെ ബസ് പിന്നെ ഷാർജയിൽ നിന്ന് ഇതിൽ കുറച്ച് ആൾക്കാർ ഫ്ലൈറ്റിൽ വരുന്നവരുണ്ട്. അതെനിക്കറിയാതെ ഞാൻ ഈ കഴിഞ്ഞ ശേഷം മുമ്പിലേക്ക് വന്നിരിക്കണം. ഒരു പ്രത്യേക 1-2 കാര്യം സെപ്പറേറ്റ് പറയാം. ഷാർജയിൽ നമ്മുടെ ബസ് എടുത്തു 8:30 ബസ് ഇവിടെ എത്തി. ദുബായിലെത്തി. ദുബായിൽ നമ്മൾ കുറച്ച് ചായ കുടിച്ച് നമ്മളെല്ലാവരും വേഗം ബസ്സിൽ കയറി അബുദാബിയിൽ നിന്ന് നാളെ നമ്മൾ കയറ്റി ബസ് അതിശീഘ്രം നമ്മുടെ യുഎഇയുടെ ബോർഡറിലേക്ക് പോകാം. ഏകദേശം 11 ആകുമ്പോഴേക്കും നമ്മുടെ ബസ് യുഎഇ ബോർഡർ അവിടെ കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിയ ശേഷം നമ്മൾ എന്താകും എല്ലാവരെയും അവരുടെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാകും. ദുബായിലെ ഇമിഗ്രേഷൻ സിമ്പിളായി എന്നാണ് നോക്കിയാൽ തന്നെ അത് കഴിഞ്ഞ് സൗദിയുടെ സീറ്റ്സ് റെഡിയാക്കി കൊടുക്കി. പിന്നെ സൗദിയുടെ ബോർഡർ ഓരോരുത്തരെയാക്കി മാനുവൽ സിസ്റ്റം എല്ലാ സാധനവും ഇറക്കി നോക്കി എല്ലാം ക്ലീൻ ആക്കി ഏകദേശം ഒരു ഉച്ചരാകുമ്പോഴേക്കും നമ്മുടെ സൗദി ബോർഡർ നമ്മൾ പാസ്സാവും. പിന്നെ നമുക്ക് ദീർഘമായ യാത്ര പുറപ്പെട്ടാൽ ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ബോർഡറിൽ രക്ഷപ്പെടരുത്. എന്നാൽ ചില മഹാന്മാർക്കുള്ള യാത്ര 8 മണിക്കൂറൊക്കെ ബോർഡറിൽ കുടുങ്ങിയ സംഭവമുണ്ട്. ബേജാറാവണ്ട, യാത്രയാണ്. മാസം കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കണം. ഒന്നാമവിടെ നിന്ന് കഴിഞ്ഞാൽ കഴിക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് ജ്യൂസ്, കുറച്ച് വെള്ളം എല്ലാവരും കഴിയും.
എന്നിട്ട് ജ്യൂസ് വെള്ളം കൊടുക്കുക, മുന്തിരിയുള്ള ആപ്പിളുള്ള കൊടുക്കുക, നമ്മൾ കൊടുത്തിട്ട് നല്ലൊരു ടീമായിട്ട് അപ്പൊ തന്നെ ചായ എല്ലാവരും ചായ അല്ലേ, എല്ലാവരും ചായ അങ്ങനെ നമ്മളെന്താവും ഒരു ദീർഘമായ യാത്ര. നമ്മള് ബുധനാഴ്ച രാത്രി ഫുള്ള് യാത്ര ചെയ്യും. അങ്ങനെ നമ്മള് വ്യാഴാഴ്ച ഏകദേശം ഒരു ഉച്ച ആവുമ്പോഴേക്കും നമ്മൾ തോയിഫിൽ നിന്നാണ് നമ്മുടെ ഉംറയുടെ ആദ്യ കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. തോയിഫിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താകും ഇഹ്റാമിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇഹ്റാമിന്റെ സുന്നത്തിന്റെ കുളി കുടിക്കണം. അപ്പൊ സ്ത്രീകൾക്ക് പ്രത്യേകം സജ്ജമാക്കിയ വിശാലമായ ഹമ്മാമുകൾ, പുരുഷന്മാർക്ക് വേറെ തന്നെ ഹമ്മാം. ഇപ്പൊ നമ്മൾ ബസ് നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിയിട്ട് പുരുഷന്മാര് കുളി കഴിഞ്ഞ് ഇഹ്റാമിന്റെ ഡ്രസ്സൊക്കെ കയ്യിലെടുക്കും. സ്ത്രീകളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഹമ്മാമിൽ പോയിട്ട് ഞാനിതാ ഇഹ്റാമിന്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു വെച്ചിട്ട് നല്ല കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഈ ഇഹ്റാം കിട്ടിയ ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നഖം മുറിക്കാൻ പറ്റില്ല, മുടി മുറിക്കാൻ പറ്റില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, ഭാര്യഭർത്താക്കന്മാരൊന്നും ബന്ധപ്പെടാൻ പറ്റില്ല, ലൈംഗിക സംസാരിക്കാൻ പറ്റില്ല, കാരണം വേട്ടയാടാൻ പറ്റില്ല. അവരൊരു ഭാഗങ്ങൾ അതൊന്നും പറ്റില്ല. അതുപോലെ അവർ ചെയ്യാൻ പോകുന്ന നിഷിദ്ധമായ കാര്യങ്ങളിൽ എണ്ണി പറയാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നിഷിദ്ധമാണ് പറഞ്ഞു കൊടുക്കും. നമ്മൾ നല്ലൊരു കുളി ഇഹ്റാമിന്റെ സുന്നത്ത് കുളിയെ ഞാനിതാ കുളിക്കുന്നു എന്ന് നിയത്ത് വെച്ചിട്ട് നമ്മൾ എന്താക്കുന്നു? എല്ലാവരും ഹമ്മാമിൽ അവിടെ കുളിക്കുന്നു. അതിനുശേഷം കാണാൻ നമുക്ക് സുഗന്ധം ആ സമയത്ത് ശരീരത്തിൽ വരും. കുളിക്കുന്ന സമയത്ത് സുഗന്ധം വരും. നല്ലൊരു കാരണം കുളിക്കാൻ പോകണേ ഞമ്മളൊരു ഓർമ്മമാണ്, നമ്മൾ യുദ്ധമാണ്. മാനസികമായിട്ട് വീട്ടിലാണ് പോകണം, അള്ളാഹുവിന്റെ വീട്ടിലുള്ള സൽക്കാരത്തിന് വേണ്ടി പോകണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും കുളി കഴിഞ്ഞ് നേരെ എല്ലാവരും പള്ളിയിലേക്ക് കയറും. പള്ളിയിൽ പുരുഷന്മാർക്കൊക്കെ പള്ളിയിൽ കയറി പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയം ചിലപ്പോൾ സമയത്ത് പറഞ്ഞില്ല. അതിനുശേഷം നമ്മളെല്ലാവരും 2 റക്അത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം, ഇഹ്റാമിന് വേണ്ടിയിട്ടുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അല്ലാഹു തആല നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഒന്നാമത്തെ ബില്ലാഹിൽ കാഫിറൂൻ, രണ്ടാമത്തെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഇരുത്തിയിട്ട് അടുത്തത് നമ്മളെ ഇഹ്റാമിന്റെ നിയത്ത് വെക്കണം. അതെങ്ങനെ നിയത്ത്? നവൈതു ഉംറത വഅഹ്റംതു ബിഹാ. അറബി കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മളെ പഠിച്ചോന്ന് മലയാളം അറിയല്ലോ, ബേജാറാണ്. എങ്ങനെയാണ്? നവൈതുൽ ഉംറത, ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി ഉംറയെ നിയത്ത് വെച്ചു. വഅഹ്റംതു ബിഹാ, അതിനു വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യുന്നു എന്ന് നിയത്ത് ചെയ്യുന്നതോടുകൂടെ നമ്മളെല്ലാം മുഹരിമീങ്ങളായി, ഇഹ്റാം ചെയ്ത ആളുകളാണ്. പിന്നെ നമ്മുടെ നാവിൽ വരുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. എന്താ ഇതിന്റെ അർത്ഥം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, പടച്ചോനെ ഞാൻ നീ എന്നെ വിളിച്ചപ്പോൾ നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വരുന്നു. പടച്ചോനെ എന്താ ലബ്ബൈകിന്റെ അർത്ഥം? ഞാൻ എന്നെ വിളിച്ചപ്പോ, നീ എന്നെ വിളിച്ചപ്പോ ഞാനിതാവുന്നു. അതപ്പോഴാണ് നമ്മളെ വിളിച്ചത്. അതെ, അല്ലാഹു തആല ഒരു അടിമയെ 3 പ്രാവശ്യം വിളിക്കും. 3 പ്രാവശ്യം വിളിച്ചിട്ട് 2ാമത്തെ വിളിക്കാണ് നമ്മൾ ഉത്തരം നൽകുന്നത്. നമുക്ക് ഓർമ്മയുണ്ടോ? ഈ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളും, വരാനിരിക്കുന്ന മുഴുവൻ ആളുകളും, ഈ ആളുകളെ എല്ലാവരെയും അല്ലാഹു തആല ഒരു വലിയൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിരുന്നത്ര. എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എല്ലാവരെയും ദീനിന്റെ കാര്യങ്ങൾ നമുക്കെല്ലാം പറഞ്ഞു. നമുക്കൊരു ദൈവമുണ്ട്, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച ശേഷം അതിനുശേഷം അല്ലാഹു ചോദിച്ചു, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചെടുത്തോ? നമ്മുടെ അർവാഹുകൾക്ക് പഠിപ്പിച്ചു തന്നെ അത്രേ. അതിനുശേഷം അല്ലാഹു തആല തിരിച്ചൊരു ചോദ്യം നമ്മളോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും. ഖുർആൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞല്ല. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ദിവസം ചോദിച്ചത്രേ. നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ കോടാനും കോടി വർഷങ്ങൾക്ക് മുമ്പിൽ ബലാ എന്ന് പറഞ്ഞവരെല്ലാം മുസ്ലിമീങ്ങൾ, ബലയുടെ പവർ കൂടിയ ആളുകൾ മുഅ്മിനീങ്ങൾ, ബലയുടെ കുറച്ചുകൂടി പവർ കൂടിയ ആളുകൾ മുഹ്സിനീങ്ങൾ, ഔലിയാക്കൾ, അമ്പിയാക്കളായി ലോകത്ത് ജീവിച്ചിരിക്കുന്നു. അല്ലാഹു അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാത്തവരിൽ നിന്ന് മുസ്ലിം ആവാനുള്ള തൗഫീഖ് കിട്ടിയില്ല.
അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. ഈ റസൂലുള്ളാഹ് പഠിപ്പിച്ചെന്ന ഈ ഇതിന് ഉത്തരം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഓർമ്മയില്ല. എന്നാൽ ഇത് രണ്ടാമത്തെ ഒരു വിളിയാണല്ലോ വിളിച്ചത്. അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചവരാണ് നമ്മൾ, അല്ലേ? അപ്പൊ നമ്മൾ ഇഹ്റാം ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യണത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, പടച്ചോനെ ഞാനിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ഈ വിളിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മുടെ എല്ലാം ബീജങ്ങളാവുന്നതിന് മുമ്പ് നമ്മൾ അർവാഹുകൾക്ക് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ എത്തിയിരിക്കും. നമ്മുടെ കൂടുതൽ അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ വിചാരിച്ചൊരു ബസ്സിൽ കയറിയാണ് പോവാണ്. ഇതൊന്നും ഒരു ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ കാണുന്ന ചെറിയ ജീവിതത്തിൽ 60ഉം 70ന്റെയും ഇടയ്ക്ക് കുറഞ്ഞ സമയമുള്ള നമ്മൾ, 100 വയസ്സ് വരെ സമയമുള്ള നമ്മളിൽ ഒരു വിളി കഴിഞ്ഞു. അയാൾക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മൾ ഓക്കെയാണ്. അതിന് ഉത്തരവാണ് ഈ കാണുന്ന നമ്മൾ മുസ്ലിമീങ്ങൾ. രണ്ടാമത്തെ വിളി വിളിച്ചോലോ അല്ലാഹ്, അത് ഇബ്രാഹിം നബിയാണ് വിളിച്ചത്. ഉത്തരം കിട്ടുന്നത് നമ്മളാണ്. നമ്മൾ കൊടുക്കുകയാണ് അല്ലാഹുവിനോട്, പടച്ചോനെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയാൻ തൗഫീഖ് നമുക്കുണ്ടോ? ഇബ്രാഹിം നബി നമ്മളെ വിളിച്ചതിന് ഉത്തരമാണ് നമ്മൾ പറയാൻ. അതുകൊണ്ട് ചരിത്രപരമായ ഒരു സംഭവത്തിന് സാക്ഷിയാൻ പോകുന്ന ആളുകളാണ് നമ്മൾ. നമുക്ക് ഓർമ്മ വേണമെങ്കിൽ ലബ്ബൈക ചെല്ലുമ്പോ നമ്മൾ ത്വായിഫിൽ നിന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ഉറക്കം ശബ്ദമുഖരിതമായി നമ്മുടെ ബസ് നേരെ ഹറമിനെ ലക്ഷ്യമാക്കി പായുക. അപ്പൊ ഏകദേശം ഒരു വ്യാഴാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ഒരു മാരിബോട് കൂടെ നമ്മുടെ ബസ് ഹറമിന് തൊട്ടടുത്തുള്ള നമ്മുടെ ഹോട്ടലിൽ വന്ന് നിൽക്കുക. നമ്മളെല്ലാം ഇഹ്റാമിന്റെ വേഷത്തിലാണുള്ളത്. ദിക്റുകൾ കൊണ്ട് നാവിനെ എങ്ങനെ നമ്മൾ മാസ്മരികമാക്കിക്കൊണ്ടിരിക്കുക. ബസ് നിർത്തി എല്ലാം എന്റെ കൂടെ വരണം കേട്ടോ. ഓക്കെ അല്ലേ? ക്ലാസ് ഓക്കെ അല്ലേ? ശൈലി മാറ്റണോ? തെറ്റല്ലേ? നമ്മളോട് എത്തി എത്തുമ്പോ അൽഹംദുലില്ലാഹ് ദുനിയാവിൽ ഇത്രത്തോളം എന്നെ ഒരേ പച്ചപ്പ് തപ്പണിഞ്ഞ ഒരുപാട് മലകൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വെള്ള വസ്ത്രധാരികൾ, ആണുങ്ങളൊക്കെ ഒരേ ഡ്രസ്സിൽ. ഉറുപ്പ്യ വകല്ലാത്തവരും മില്യൺസ് പൈസ ഉള്ളവനാണെങ്കിലും ഓന്റെ ഡ്രസ് ഇത് മാത്രം ഉണ്ടാവും. ശ്രദ്ധിക്കണം, ആ സമയത്ത് വേറെ ഒന്നും ധരിക്കാൻ പറ്റില്ല. നമ്മൾ ആണുങ്ങളാകെ ധരിക്കേണ്ടതാണ് മേൽമുണ്ടും അടിമുണ്ടും മാത്രം. ഇങ്ങനെ ധരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പിന്നെ പഞ്ചായത്ത് ഞാൻ മുണ്ടെടുക്കട്ടെ ഒന്നും. അപ്പൊ അത് ഇപ്പോഴെ പോയിട്ട് ശീലിക്കാം. മുണ്ടെടുക്കാത്തവരാണെങ്കിൽ നല്ലൊരു മുണ്ടൊക്കെ എടുത്തിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ നല്ലൊരു ബെൽറ്റും കിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ ബനിയാനോ ഇന്നറോ ഒന്നും ധരിക്കാൻ പറ്റില്ല. ഷൂസ് ധരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഒരേ ഡ്രസ്സിലുള്ള ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ഈ 50 ആളുകൾ നമുക്ക് തിരിച്ചറിയണ്ടേ? നിങ്ങൾ പടച്ചോനെ വിചാരിച്ചിട്ട് ഒറ്റ പോക്കാണ് പോയി കഴിഞ്ഞാൽ പിന്നെ തവാഫും കഴിഞ്ഞ് പിന്നെ അമീറിനെ നോക്കിയാൽ കാണൂല. ഇതിനൊക്കെ ഇടയ്ക്ക് ഈ 50 ആളുകൾക്ക് ഓർമ്മ വേണം. അതിന് ബേസ്കോ എന്ന് പറയുന്ന ഒരു ടാഗ് നിങ്ങളെ കൗത്തിലൊക്കെ ഉണ്ടാവും. ഒരു ബാഗും ഉണ്ടാവും. ശിബാന ഒരു ബാഗ് കാണിച്ചേ ബേസ്കോനെ. ശിബില ഒരു ബാഗ്. അപ്പൊ ആ ബാഗ് നിങ്ങൾ ഒരു ബാഗ് നിങ്ങൾക്ക് തരും. ഈ ബാഗ് എന്തിനാണെന്നറിയോ? ബേസ്കോന്റെ പൈസ കുറച്ചെല്ലാം ഉണ്ട്. രണ്ടാമത്തെ ഒരാൾ ഇങ്ങനെ പോകുമ്പോ ഒരാൾ കൊടുത്തിട്ട് വരും. ബേസ്കോന്റെ ബാഗ് ഇട്ട് ഒരാൾ ഇങ്ങോട്ട് വരും. നിങ്ങൾ അമീറിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഫുൾ ടൈം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ചിലപ്പോൾ ആൾക്കാർ ഉംറക്ക് പോകാൻ വേണ്ടി നല്ല പിന്നെ അടിപൊളി ബ്രാൻഡ് ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്താക്കണം, അത് നിങ്ങൾ ഗുമ്മ വെച്ചോളി. ഈ ബാഗ് നിങ്ങൾ എന്താക്കണം, ഫുൾ ടൈം കയ്യിൽ വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിൽ ഒരാൾ കൂട്ടം തെറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ തിരിച്ചറിയാൻ പറ്റും. ഇതുപോലത്തെ ഒരു ബാഗും ഒരു ടാഗും വെക്കും. നമ്മൾ തോന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി നമ്മൾ ആൾ കറക്റ്റ് ചെയ്യും. ലക്ഷങ്ങൾ വരുന്ന സ്ഥലത്ത് പെട്ടെന്ന് നമുക്ക് എന്തോ ക്ഷീണായി, എന്തോ വ്യക്തായി, വടകരക്കാർ എന്തോ വ്യക്തായി ക്ഷീണായി. അവിടെ ഇരുന്ന സമയത്ത് നമ്മൾ എന്താക്കും, പെട്ടെന്ന് നമ്മുടെ ടീം കുറച്ച് മുന്നോട്ട് പോയി. അവിടെ ഒരുപാട് സന്നദ്ധ സേവകരുണ്ടാവും. ഒരു നമ്മളെ നിങ്ങളെന്താ ക്ഷീണായോ? നമ്മുടെ അമീറിന്റെ പേരെന്താ? ഫഹീം. ഓക്കെ, ഫഹീം ബാക്കവി. ഓക്കെ, ഉടനെ ഹൈവസ്ഥാനാലോ അവിടെ കൂടെ വന്ന ഒരാൾക്ക് ക്ഷീണം വന്നിട്ടുണ്ട്, എവിടെ വരണ്ടേ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, ഈ സാധനം ഫുൾ ടൈം നിങ്ങൾ കൗത്തിലുണ്ടായിരിക്കണം. ഉറങ്ങുമ്പോ മാത്രം വിളിച്ചാൽ മതി. ഉറങ്ങുമ്പോ ഇനി ബെറ്റർ എന്തായാലും വിളിക്കണം ആവശ്യമില്ല, റൂമിൽ തന്നെയാണല്ലോ ഉള്ളത്. അപ്പൊ ഇത് ഫുൾ ടൈം എന്തായിരിക്കണം നിങ്ങളുടെ കയ്യിലുണ്ടായി. പിന്നെ ഈ ബാഗ് നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഈ ബാഗ് അങ്ങനെ ഫുൾ ടൈം ഈ ടാഗും നിങ്ങൾ ഫുൾ ടൈം വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ടീമിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത്യാവശ്യമായ സാധനം, കുറച്ച് വെള്ളം, പിന്നെ അതുപോലെ തന്നെ ചെറിയ 1-2 ചെറിയ ചെരുപ്പ്. ഇൻഷാ അല്ലാഹ് ഭാഗത്തെത്തുമ്പോൾ പറയും ഇത് ഫുൾ ടൈം കയ്യിൽ വെച്ചാൽ കൃത്യമായി നമ്മുടെ ടീമിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ റൂമിൽ ഉടനെ തന്നെ നമ്മൾ എന്താക്കി, നമ്മുടെ റൂമിൽ നിന്ന് നമ്മുടെ എല്ലാ സാധനങ്ങളും ബസ്സിൽ നിന്ന് റൂമിലേക്ക് നമ്മൾ മാറ്റി. എല്ലാ സാധനവും മാറ്റുന്നത് കാരണം ബസ് തിരിച്ചു വരും. ചിലപ്പോൾ ഈ ബസ് ആയിക്കോണമെന്നില്ല.
ഭൂമിയൊക്കെ കുറച്ച് സാധനം കൂടുതലുണ്ട് അതിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഉടൻ എന്ത് ചെയ്യാം, എല്ലാ സാധനവും നമ്മുടെ ഹോട്ടലിലേക്ക് മാറ്റും. പാസ്പോർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം തിരിച്ചു കെട്ടി വരണമെന്നുണ്ടെങ്കിൽ ഈ പാസ്പോർട്ട് ഉണ്ടായാലും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ കരഞ്ഞ കുട്ടിക്ക് ശിഫാന പുറത്ത് അവിടെ സൗകര്യം തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മളെന്താ എല്ലാ സാധനവും വേഗം തന്നെ നമ്മളെന്താക്കുന്നു, നമ്മുടെ ഹോട്ടലിലേക്ക് മാറ്റും. അങ്ങനെ നമ്മളെന്തായി, നമ്മുടെ ബസ് എവിടെ എത്തി? നമ്മുടെ ബസ് ഹോട്ടലിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇഹ്റാമിന്റെ വേഷത്തിലാണ്. അപ്പൊ ദൂരാണെങ്കിൽ കുറച്ച് പഠിക്കട്ടെ, നല്ല അടിപൊളി റൂമാണ്, വല്ലാതെ പ്രതീക്ഷിക്കൊന്നും വേണ്ട. കാരണം ഓരോ ദിവസവും മാറി മാറി വരുന്ന റൂമുകളാണ്. പ്രത്യേകിച്ച് അവസാനത്തെ ടീമാണ്. ഹോട്ടലിൽ നമ്മൾ പറയും വൈഫൈ ഉണ്ട് എന്നൊക്കെ പറയും. ഉസ്താദേ ഇവിടെ വൈഫൈ കിട്ടണില്ലല്ലോ. വൈഫൈ അവിടെ കട്ടിലുണ്ടായാലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളി. കാരണം അങ്ങനത്തെ അവസാന നിമിഷത്തിൽ അവിടെ ഭയങ്കര തിരക്കുള്ള സമയത്ത് ഇനി കുറച്ച് കാല് നീട്ടി കിടക്കട്ടെ, എതിരെ ബസ് കാല് ഇങ്ങനെ വെച്ചോണ്ടല്ലേ നല്ല സുഖമായിട്ട് കട്ടുമ്പോ കിടക്കട്ടെ നിൽക്കരുത്. നമ്മൾ ഇഹ്റാമിന്റെ വേഷത്തിലാണ്. അതുകൊണ്ട് വേഗം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാവരും വുദു എടുക്കാനുള്ള ആളുകളൊക്കെ വുദു ഒന്നുകൂടി പുതുക്കുക. കാരണം രണ്ടാമത്തെ കർമ്മം ചെയ്യാൻ പോവാൻ, അല്ലെ, നമ്മുടെ ഹറമിലേക്ക് പ്രവേശിക്കാൻ പോവാൻ. അവിടെ നമുക്ക് ചെയ്യാനുള്ള തവാഫാണ്. തവാഫ് നമ്മൾ വുദു നിർബന്ധമാണ്. നിങ്ങളെല്ലാം പറഞ്ഞത് സാധാരണ കല്യാണത്തിനൊക്കെ പോകും പെണ്ണുങ്ങൾ ആ ഭാഗത്ത്, ആണുങ്ങൾ ഈ ഭാഗത്ത്. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അള്ളാന്റെ മുന്നിൽ എല്ലാവരും ആണും പെണ്ണും ഒക്കെ ഒന്നിച്ച. പക്ഷെ നമ്മൾ നമ്മുടെ കണ്ണിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ കൽബിനെയും നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി എന്താകണ്ട, തൊടാൻ പോകണ്ട. ലാമിസും മൽമൂസും എന്ന് പറയുന്ന സംഭവം കിട്ടാൻ നമ്മൾ പോയിട്ട് എന്താക്കും, പെണ്ണുങ്ങൾ പോയി അങ്ങോട്ട് പോയി തൊടാൻ ഞാൻ മതി, ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ ഒന്നും മുറിയില്ല. പിന്നെ മധുരക്കും മാറുന്ന ചെറിയൊരു ഓപ്ഷനൊക്കെ ഉണ്ട്, അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മളെന്താക്കണം, പിന്നെ രണ്ടാമത് നമ്മൾ വേഗം റൂമിലെത്തിയിട്ട് റൂമിൽ നമ്മളെല്ലാവരും വേഗം വുദു ഇല്ലാത്തവരൊന്ന് വുദു പുതുക്കുക. ചെറിയ ചായ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളത് വേഗം കഴിച്ചിട്ട് ഉസ്താദ് പറയും എല്ലാവരും ഒരു അരമണിക്കൂർ കൊണ്ട് നേരെ കാണുന്ന ക്യാബിനിൽ എത്തിച്ച് നമ്മളെല്ലാവരും പെട്ടി കിതാബൊക്കെ റൂമിൽ വെച്ച് നമ്മളെല്ലാവരും ഫ്രഷായി വുദു എല്ലാവരും എടുത്ത് നമ്മൾ നേരെ ഹോട്ടലിന്റെ താഴെത്തി 50ഓളം വരുന്ന ടീം എല്ലാവരും സജ്ജം. അങ്ങനെ നമ്മൾ നേരെ മിക്കവാറും വ്യാഴാഴ്ച വൈകുന്നേരം ഒരു മഗ്‌രിബിന്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ ഹറമിന്റെ അടുത്തേക്ക് പോവാം. പിന്നെ തിരക്ക് മാറി, ചിന്ത മാറി, എല്ലാവരുടെയും കൽബിൽ പരിശുദ്ധമായ ഈ കഅബയാണ്. കഅബയെ നമ്മൾ ആദ്യമായി നേരിൽ കാണാൻ പോകുന്ന നിമിഷത്തിലേക്ക് അടുക്കാണ്. അങ്ങനെ നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറയുന്ന കഅബയുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഹറമിന്റെ തൊട്ടടുത്തെത്തുമ്പോ ഇത് നമ്മുടെ വികാരപരമായ നിമിഷങ്ങളാണ്. കഅബയെ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ഒരു സമയങ്ങൾ അല്ലെ. നമ്മൾ എത്ര കാലമായി കഅബ കാണുന്നത്? ഈ തുറന്നാൻ കഅബ കാണും, അതിന്റെ ചക്രം തൊഴിച്ചാൽ കഅബ കാണും, അല്ലേ? വാങ്ങട്ടോ എല്ലാവരോടും ഒന്നിച്ചുകൊണ്ട് നമ്മുടെ ഹറമിലേക്ക് ഇറങ്ങാൻ പോവാൻ. പള്ളി കയറുമ്പോൾ ശ്രദ്ധിക്കണം, ഉസ്താദിനാരെ കൃത്യമായിട്ട് ഏത് ഭാഗത്തൂടെ ഇറങ്ങിയാലാണ് അടിയത്തെ മതാഫിൽ എത്താന്ന്. എല്ലാ വാതിലും ഒരുപോലെ. അപ്പൊ നമ്മുടെ ടീമിനെ കൃത്യമായി ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ മതാഫിക്കാണ് കയറി വാതിലൊന്ന് മാറി കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തെ നിലയിലേക്ക് എത്തും. അപ്പൊ ഒരു 5 കിലോമീറ്റർ നടക്കാനുള്ളത് 15 കിലോമീറ്റർ. നമ്മൾ ഏറ്റവും അടുത്ത ഭാഗത്തോടേക്ക് തവാഫിങ്ങനെ ചെയ്യുകയും നമ്മൾ ഈ വാതിൽ എല്ലാവരും മാറി കഴിഞ്ഞാൽ അപ്പുറത്തെ വാതിലായി. അപ്പൊ ഈ വാതിൽ എപ്പം ഉണ്ടാവില്ല, ഞാൻ അടിക്കറിഞ്ഞ പുസ്തകം ആദ്യം നോക്കി വെച്ചിട്ടുണ്ടാവും. ഒരു മാസം കൃത്യമായി അറിയുന്ന ആളായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മതാബിന് ഏറ്റവും അടുത്തുള്ള ആ മതാബിലേക്ക് ഇറക്കാൻ പറ്റും. 4 ലെയറുണ്ട്. ഒന്ന് കാലിന് ചുറ്റും അടുത്ത് നിന്നിട്ട് തവാഫ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ലെയർ കുറച്ചുകൂടി ദൂരെ, മൂന്നാമത്തെ കുറച്ചുകൂടി ദൂരെ, വീൽചെയറൊക്കെ ഏറ്റവും അവസാനത്തിലേക്ക് പോവാം. നിങ്ങൾ ടീമിനെ വളരെ കൃത്യമായി ഫോളോ ചെയ്താൽ ആ ഹറമിലേക്ക് ഇറങ്ങാൻ പറ്റും. ഏകദേശം മഗ്‌രിബിന്റെ സമയം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ നിന്ന് നമ്മളെല്ലാം കാണുമ്പോ ആ സമയത്ത് കിതാബിൽ കാണാം, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭവനത്തെ ആദ്യമായി ഒരാൾ കാണുകയാണെങ്കിൽ അവൻ എന്താണോ ചോദിക്കുന്നത്
ദുനിയാവ് ചോദിച്ചാൽ ദുനിയാവ്, ആഖിറത്ത് ചോദിച്ചാൽ ആഖിറത്ത് കിട്ടുമെന്ന് അല്ലാഹു തആല വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ പറയപ്പെട്ട ഇജാബത്ത്, അല്ലാഹുവിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സ്ഥലമായി എണ്ണി പറഞ്ഞ സ്ഥലമാണ് ഫസ്റ്റ് സീൻ ഓഫ് കാബ. നമ്മൾ ഫസ്റ്റ് കാണുമ്പോ പടച്ചോനെ എന്ന് പറഞ്ഞൊരു വിളി വിളിച്ച് നമ്മൾ ചോദ്യം ചോദിച്ചോ, സംശയിക്കുന്ന പടച്ചു ഇജാബത്ത്. അപ്പൊ നമ്മൾ എന്താ ചോദിക്കാം? എല്ലാവരും നല്ല ചോദ്യം കണ്ടിച്ചു അല്ലെ? നല്ല ചോദ്യം, പടച്ചോനെ നല്ലൊരു പെണ്ണ് കിട്ടണേ, പെണ്ണിട്ടിയാണ്. പടച്ചോനെ എനിക്ക് നല്ല വീടുണ്ടാക്കണേ, ഉറപ്പ്. പടച്ചോനെ ജോലി ബർക്കത്ത് ചെയ്യണേ, ജോലി. പടച്ചോനെ ഈമാൻ സലാമത്താക്കണേ, ഈമാൻ സലാമത്ത്. എന്താണോ ചോദിക്കുന്നത്? ദുനിയൻ വ ഉഖറൻ. ദുനിയാവ് ചോദിച്ചാൽ ദുനിയാവ്, ആഖിറം ചോദിച്ചാൽ ആഖിറം. അടിപൊളി പോക്കല്ലേ? ഇജാബത്ത് കിട്ടാൻ പോണ പോക്കാണ്. പൈസ 500 രൂപ എല്ലാവരും പരിശുദ്ധമായ കിതാബിൽ കാണാം. മഹാന്മാരായ ആളുകൾ നമുക്ക് പറഞ്ഞു ഇത് പടച്ചോനെ പരിശുദ്ധമായ കഅബ ഞാൻ കാണാൻ പോവാൻ, ഞാൻ എന്റെ മതാബിലേക്ക് ഇറങ്ങാൻ പോവാൻ. ഈ പരിശുദ്ധമായ മതാബിൽ നീ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് റബ്ബേ, അതിനൊക്കെ നീ ഇജാബത്ത് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് മതാബ് കണ്ട് ഇറങ്ങിയാൽ പിന്നെ ചോദിക്കുന്നത് മുഴുവൻ പോകല്ലേ, പിന്നെ മുഴുവൻ കിട്ടേ. മറ്റു ചോദ്യത്തിന് പകരം എന്ത് ചോദിക്കാം? റബ്ബേ നിന്റെ പരിശുദ്ധമായ കഅബയിലേക്ക് ഞാൻ ഇതാ വരുന്നു, കഅബയെ ആദ്യമായിട്ട് കാണാൻ നിന്റെ മതാബിലേക്ക് ഞാൻ ഇറങ്ങി പല ദുആയോട് ദുആ ചെയ്യും, നീ കബൂലാക്കണേ അല്ലാഹ് എന്നാണ് ദുആ ചെയ്ത് അടിയിറങ്ങിയ പിന്നെ ചോദിക്കുന്നത് മുഴുവൻ ഇജാബത്തല്ലേ. ഞാൻ സറാജിന് വന്നു ഉറപ്പുപോയി. സറാജ് ഭയങ്കര 1.5 മണിക്കൂർ ദുആ, അത് തരണേ പടച്ചോനെ, ഇത് തരണേ പടച്ചോനെ, ഭയങ്കര അതിലൊപ്പം ഞാൻ സറാജ് ഒപ്പാണ് ഉറപ്പ്. സറാജ് ഭയങ്കര സറാജ് ഹർഫ് വിടാതെ ദുആ. ഞാൻ വേഗം ക്ലാസ്സിൽ വേഗം തീർന്നു. സറാജിനടുത്ത ആ ക്ലാസ്സിൽ സറാജിന്റെ ദുആ അങ്ങനെ ഞാൻ റഞ്ജിന് ബാക്ക് പോയിട്ട് ഞാൻ തോന്നുന്നു സറാജ് ചില ഞാൻ 1.5 മണിക്കൂറോട് പഠിച്ചോണ്ട് ചോദിച്ചിട്ട് കൊടുത്തു 5 മിനിറ്റോട് തിരിച്ചല്ലേ. ഞാൻ പറഞ്ഞു പഠിച്ചോനെ സറാജ് എന്നോട് എന്തൊക്കെ ചോദിച്ചോണ്ട് സമാജാണെങ്കിലും ഇജാബത്തുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞു മഹാന്മാരെ മുമ്പ് പഠിപ്പിച്ചെന്താണ് പടച്ചോനെ ഈ കഅബയിൽ എന്തൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടോ അതിനൊക്കെ നീ ഇജാബത്ത് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കഅബയിൽ മുന്നിൽ ഇറങ്ങാൻ. കണ്ണ് നിറയണം, മുഅ്മിനീന്റെ ഖൽബ് നിറയണം. നമ്മൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കറുത്ത കസവുകളാൽ അലങ്കൃതമായിരിക്കുന്ന കഅബയിൽ മുന്നിൽ ഇറങ്ങി നമ്മൾ അതിനെ കാണാം. ഒരു സൈഡിൽ ഹജറുൽ അസ്വദ്, ആളുകൾക്ക് തിക്കും തിരക്കും കൂടുന്ന സ്ഥലമുണ്ട്. അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു കല്ലിറക്കിയിട്ടുണ്ടെങ്കിൽ ആ കല്ലിന്റെ പേരാണ് ഹജറുൽ അസ്വദ്. അതിൽ പല ചർച്ചകൾ കാണുന്നുണ്ട്. ഹജറുൽ അസ്വദ് എങ്ങനെ ആയത്? ശരീഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു ഹജറുൽ അസ്വദ് എന്നായത് അതിന്റെ പേര് ഹജറുൽ അബിയദ് ആയിരുന്നു. വെള്ളക്കല്ലേങ്ങല്ലോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ. പിന്നെ പാപികളെ ആളുകൾ തൊട്ട് എന്തായി കറുത്തുപോയി. അപ്പൊ എനിക്ക് തോന്നി സ്വർഗ്ഗത്തിൽ നിന്നൊക്കെ കല്ലെങ്ങനെ തൊടുമ്പോൾ തന്നെ കറുപ്പോ? അത് ചർച്ച കിതാബിൽ നടക്കട്ടെ. ഞാൻ പറയുന്നത് അത് എന്തോ ആവട്ടെ, ഹജറുൽ അസ്വദ് ആവട്ടെ അബിയദ് ആവട്ടെ, സ്വർഗ്ഗത്തിൽ നിന്നൊക്കെ കല്ല് അവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ് ആ കല്ല് തൊടാൻ നമ്മളൊക്കെ എന്താക്കണം? സ്വർഗ്ഗത്തിൽ ഇറക്കി കല്ല് തൊട്ടാനുള്ള മെച്ചം എന്താണെന്നറിയോ? സ്വർഗ്ഗത്തിൽ തൊട്ടൊരു സാധനം പിന്നെ നരകത്തേക്ക് പോവില്ല. കുറച്ച് ഇരിക്കുമ്പോഴത്തും ചെയ്യാൻ നമ്മൾ വിചാരിക്കും. സ്വർഗ്ഗത്തിൽ പോയ സാധനം എന്താവില്ല, പിന്നെ നരകത്തേക്ക് പോകില്ലല്ലോ. അപ്പൊ പോയിട്ട് സ്വർഗ്ഗത്തിൽ പോയില്ല, സ്വർഗ്ഗത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് പോയിട്ട് പോയിക്കൂടാ. ആളെ പഠിച്ചോണ്ട് പറഞ്ഞു സ്വർഗ്ഗത്തിൽ പോയ സ്ഥലം പിന്നെ എന്താവില്ല, നരകത്തേക്ക് പോയില്ല. അതുകൊണ്ട് ഹജറുൽ അസ്വദ് കൈ തൊട്ട കൈ അല്ലാതെ നരകത്തേക്ക് വിടൂല. ചാൻസ് നമ്മൾ മുതലാക്കണം. നല്ല തിരക്കുണ്ടാവും. ആ ഹജറുൽ അസ്വദ് പോയിട്ട് തൊട്ടുമുട്ടണം അല്ലെ? നമുക്കൊക്കെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം ഉണ്ടെങ്കിൽ ആ സ്വർഗത്തിന് രക്ഷപ്പെടാൻ പോയി കടക്കാൻ ഭാഗ്യം തന്നെ ഈ ഒരൊറ്റ തൊഴിലാകും. ഹജറുൽ അസ്വദ് പോയി തൊടാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ നേരെ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കുണ്ടാവുകൊണ്ട് നമ്മൾ വിദൂരയിൽ നിൽക്കും. ഏകദേശം നമ്മൾ കാണുന്ന ആ ഒരു ചുവന്റെ അത്ര നമുക്ക് എത്താൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്നു. എന്നിട്ട് 7 പ്രാവശ്യം ഉംറയുടെ 2ാമത്തെ കർമ്മം ചെയ്യാൻ പോവാൻ, തവാഫ് ചെയ്യാൻ പോവാൻ. 7 പ്രാവശ്യം കഅബയെ മലയാളം ചെയ്യും. നമ്മൾ ആരോടും കൂടെ ഈ കഅബ ഉണ്ടാക്കി അന്ന് മുതൽ മലായിക്കകൾ ചെയ്യുന്ന പണി നമ്മൾ ചെയ്യാൻ പോവാൻ. കഅബയെ ഇങ്ങനെ വലയുന്ന മലക്കുകൾ ഭൂമിക്ക് ഒരു സെന്റർ ഉണ്ടെങ്കിൽ ആ സെന്ററിൽ നമ്മൾ എത്തി. ഇത് അത്ഭുതമല്ലോ. ഈ ഭൂമി നമ്മൾ താമസിക്കുന്ന ഒരു ഭൂമിയിൽ അതിന്റെ ഒരു സെന്ററിൽ എത്തുക. അള്ളാന്റെ ഭൂമിയിലെ കഅബ കണ്ടു കേട്ടിട്ട് നമുക്കൊന്ന് കുലിക്കറിയില്ല. എന്താ ഈ ഭൂമിക്ക് സെന്റർ ഈ ഭൂമിനെ നൽകത്തില്ലോ എന്നൊരു ചിന്താനില്ല.
രണ്ട് ഈ കാണുന്ന നിയമത്തിന് ചെയ്ത പഠിച്ചോന്റെ ഭൂമിയിലെ വീട്ടിലെ മുമ്പിലാണല്ലോ ഞാന്. അവിടെ എത്തിയിട്ട് വലിയ വിളിക്കുന്നില്ല അതൊന്നല്ല. അവിടെ എത്തുമ്പോൾ കൊൽക നമുക്ക് വേണം. മുമ്പിലെ കല്ലിൽ പെടക്കണം. അള്ളാഹുവിന്റെ ഭൂമിയിലെ കാബിന്റെ മുന്നിൽ ഞാനെത്തി. ആ കാണുന്ന ഹജറുൽ അസ്വദാണല്ലോ റബ്ബേ. സ്വർഗം എന്ന് പറയുന്ന ഒരു ലോകം നമ്മൾക്ക് സ്വപ്നം കാണുന്നുണ്ട്. അവിടെ നിന്ന് കല്ലാണല്ലോ റബ്ബേ എന്നൊക്കെ ഒരു മനസ്സിങ്ങനെ വരുമ്പോൾ കൽബ് നമ്മൾ കണ്ണിങ്ങനെ വരും. കണ്ണീര് ചില ആൾക്കാർ ഞാനൊക്കെ ഒരു ഭയങ്കര സെൽഫിന്റെ ആളാണ്. ഒരു ദിവസം 3-4 സ്റ്റാറ്റസ് നാളെ ഞാൻ കുറ്റം പറയാം. അവിടെ പോകുമ്പോ ഫസ്റ്റ് ഞങ്ങൾ എന്താക്കണം, ഹജറുൽ അസ്വദ് ഇട്ടോ, ഇതാ കാബന്റെ സ്വർണ്ണപ്പാത്തി, കാബന്റെ വാതിൽ സ്വർണ്ണം കൊണ്ട് എനിക്ക് പോകണം. ഇതെന്താ മുട്ടകൾ തന്നെ ഫസ്റ്റ് സെൽഫികൾ ആ നേരത്തെ കണക്കി ആദ്യത്തെ കൃത്യമായ ഉമ്മ തന്നെ നിർവഹിക്കും. 7 പ്രാവശ്യം കാബയെ തവാഫ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് പറയുമ്പോ നമ്മൾ നേരെ നടക്കാം. കാബ എല്ലാ സമയവും നമ്മുടെ ഇടത് ഭാഗത്തായിരിക്കും. ഞാൻ ആ സെൽഫി പറയാൻ കാരണം നമ്മളോട് ഇത് കാബോട് കാബ നമ്മൾ പരിഗണിച്ചാണ്. സമയത്ത് നമ്മൾ നേരം ഉണ്ടാവില്ല. 5 ലക്ഷം ആൾക്കാർ ഇവിടെ തിരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയാൻ നമ്മളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നേരെ നിൽക്കും. നേരെ നിൽക്കും. ഉസ്താദ് പറയും നമ്മൾ തവാഫ് തുടങ്ങാൻ പോവാൻ. അവിടെ തവാഫിനെ നിയത്ത് വെക്കും. ഞാൻ തവാഫ് 7 പ്രാവശ്യം ഞാൻ എന്താണ് കാബയ്ക്ക് തവാഫ് ചെയ്യുമെന്ന് മനസ്സിലാക്കരുത്. നവീത്ത് തവാഫ് 7 അശ്യാന്ന് പറയും. 7 പ്രാവശ്യം ഞാൻ ഇതാ കാബയെ വലയം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ശരിക്കും സുന്നത്താണ് ഹജറുൽ അസ്വദ് തൊട്ട് മൊത്തം. ശരിക്കും 5 ലക്ഷത്തിനകത്ത് തൊട്ട് മുത്താൻ പോയ ഈ മുത്തലനെ ഉണ്ടാവുള്ളൂ. അതുപോലെ കാണൂല. അപ്പൊ അതുകൊണ്ട് അതിനെ ആദ്യം കാണിക്കാൻ പറ്റും. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ആദ്യം കാണിക്കും. അതിനുശേഷം നമ്മൾ ഈ ഹജറുൽ അസ്വദിന്റെ തൊട്ട് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. ഇങ്ങനെ 7 പ്രാവശ്യം നമ്മളിങ്ങനെ 7 പ്രാവശ്യം നമ്മളിങ്ങനെ തവാഫ് ഒന്നായി അവസാനം നോക്കാം. സൗണ്ട് ടീം അവിടെ തന്നെ ഉണ്ടോ നോക്കാം. രണ്ടാമത്തെ മൂന്നാമത്തതൊക്കെ ഇതുപോലെ നമ്മളിങ്ങനെ 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോ നമ്മൾ കാബയിങ്ങനെ നോക്കി കാബയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. അള്ളാഹുവിന്റെ ഭൂമിയിലെ വീട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കണം. 3 സ്ഥലങ്ങളിലേക്ക് നോക്കി നിന്നാൽ കൂലിയുണ്ട്, ദോഷം കൊടുക്കും. ഒന്ന് നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ കൂലി കിട്ടും. വെറുതെ ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ബാബാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കിതാബിന് കാണാൻ ദോഷം കൊടുക്കും. രണ്ടാമത് പരിശുദ്ധമായ ഖുർആൻ തുറക്കുക. ഖുർആൻ അതിലേക്ക് നോക്കുന്ന 2 കാര്യം. ഒരു കാര്യം എന്താ, നമ്മുടെ ദോഷം കൊടുക്കും, കൂലി. വെറുതെ നമ്മളെ വണ്ടി കഴിഞ്ഞ് നമ്മൾ സാലിന്റെ താഴെ പോകുമ്പോൾ സാലിന് കെട്ടാണ് നമ്മൾ അക്കൗണ്ടിലേക്ക് ആണല്ലോ. നമ്മുടെ ദുബായിലേക്ക് വണ്ടി പോകുന്ന സമയത്ത് 5 ദിവസം എന്താ ചെയ്തത്, വണ്ടി രാവിലെ എന്ന പോലെ കാബ് ഇങ്ങനെ നോക്കിയാൽ കൂലി. 2 ഖുർആനില്ല. ഒന്ന് നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി, രണ്ടാമത് പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കി. ഖുർആനിലേക്ക് നോക്കിയാൽ വേറൊരു കൂലി എന്താ അറിയോ, നമ്മുടെ കണ്ണിന്റെ കാഴ്ച. അതുകൊണ്ട് മൊബൈലിൽ പരമാവധി ഖുർആനിൽ നോക്കി വരാൻ നോക്കുക. 2 കാര്യം. ഒന്ന് ഖുർആൻ, ഒന്ന് കൂലി. 2 നമ്മുടെ കണ്ണിന് ആത്മീയമായിട്ട് കാഴ്ചശക്തി കൊടുക്കും. കാരണം ഖുർആനിന്റെ മാസ്മരിക ശക്തിയാണ്. ഖുർആനിന്റെ ശക്തി കൊണ്ട് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിക്കാൻ പറ്റും. നോക്കി ഓതാൻ കഴിയില്ല, ഖുർആനിലേക്ക് നോക്കി നിന്നാണ്. ഈ ഖുർആന്റെ അത്രയും പവറാണ്. ഖുർആനിലേക്ക് നോക്കിയാൽ നമ്മുടെ കാഴ്ചശക്തി കൂടും, നമുക്ക് കൂലി കിട്ടും. 3ാമത്തെ സ്ഥലമാണ് പരിശുദ്ധമായ കാബ. ഒന്നും ചെല്ലണമെന്നില്ല, കാബയെ നോക്കി കണ്ണിറയെ നോക്കി. ഈ ഒരൊറ്റ നോട്ടം മതി നമ്മുടെ അവസാന നാളുകളെ, നമ്മുടെ അവസാനം വരെ നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരത്തിലും പരിശുദ്ധമായ കാബ നമുക്ക് ആവായിരുന്ന നോട്ടം നമ്മൾ നോക്കാം. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ 7 പ്രാവശ്യം കാബ തവാഫ് ചെയ്തു. 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ടീം നമ്മളെ കൂടെ ഉണ്ടോ നോക്കണം. തവാഫ് കഴിഞ്ഞ് പഠിച്ചവരോട് ദുആ കഴിയുമ്പോൾ അമീറിന്റെ ടീമിനെ കാണാനില്ല, ആ കുടുങ്ങും. അപ്പൊ ടീമിന്റെ കൂടെ നമ്മളെല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിതാബിൽ കാണാം 2 റക്അത്ത് നിസ്കാരം. പരിശുദ്ധമായ കഅബയെ മുൻനിർത്തിക്കൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അവിടെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ ഇതുപോലത്തെ സൗഭാഗ്യം കാണുന്നില്ല. ജീവിതത്തിൽ ഇതുപോലെ പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആ കഅബ, സാക്ഷാൽ കഅബ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ, അതിന്റെ മുമ്പിൽ സുജൂദ്, അതിന്റെ മുമ്പിൽ പോയിട്ട് അല്ലാഹു എന്ന് പറഞ്ഞ തക്ബീർ. മുസാനബി പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ മുമ്പിൽ അന്ന് മുസാനബി കണ്ടത് നമ്മളൊക്കെ കാണുന്നു. അത് കണ്ടിട്ടില്ല ആ പടച്ചവൻ വീട്ടിലെ മുമ്പിൽ കയറിയിട്ട്, അല്ലേ? കേരളത്തിൽ അങ്ങനെ ചിന്തകളെല്ലാം നമ്മൾ ഇമേജ് ചെയ്യണം. നമ്മളൊന്നും ഒരു കാര്യം പ്രധാനമന്ത്രിയോട് പറയണം,
മുഖ്യമന്ത്രിനോട് പറഞ്ഞ ഒരു വീടുണ്ടാകും. ഒരുപാട് സമ്മേളനത്തിന് പോയ സമയത്ത് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ അത് അങ്ങനെ പറയും. വീട് പോയിട്ട് ചോദിച്ചാൽ അതിന്റെ വേറല്ലേ. അത് ഞാൻ അവന്റെ ഒരേ വന്നിട്ടാണ് പറഞ്ഞത്. ഒരാൾ പൈസ ചോദിച്ചു, കൊടുക്കുന്ന പൈസ അത്ര കഴിയും, അല്ലെങ്കിൽ ഓഫീസ് ചോദിച്ചു. സ്വന്തം വീട്ടിൽ തന്നെ ഈ കാര്യം ചെയ്യണേ എന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ ഒരേ ഒന്ന് ചോദിച്ചാൽ പരിഹരിക്കണം. ഇതേപോലെ അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ ആ നിസ്കാരം നിസ്കാരമല്ല, അതിന്റെ 11 മാസം കടന്നിട്ട് പടത്തോളം തിരിയാണിട്ട് അങ്ങനെ അള്ളാഹ് ഈ കാണുന്ന ഈ ശരീരത്തെ ഇങ്ങനെ നിലനിർത്തുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ നേരെ മുമ്പിൽ നിന്നൊരു സുജൂദിന് നമുക്ക്, അവിടെ നിന്നൊരു റുകൂഇന് നമുക്ക്, അവിടെ നിന്നൊരു ഫാത്തിഹയ്ക്ക് നമുക്ക്, അവിടെ നിന്നൊരു ദുആഇന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ട് കൈയും നേരെ കഅബക്ക് നേരെ പിടിച്ചിട്ട് പടച്ചോനെ എന്ന് പറഞ്ഞ് നമ്മൾ കൽബ് പൊട്ടി നമ്മൾ ദുആ ചെയ്യും. ഒന്ന് നമ്മൾ പറയണ റബ്ബേ ഞാൻ വളരെ പാപിയാണ്, ഞാൻ ദോഷിയാണ്, ഞാൻ ഈ തന്ന നിയമത്തിൽ ഒന്നും ശുക്ർ ചെയ്യാത്തവനാണ്, അതിന്റെ പേരിൽ എന്ന നിയമത്തിൽ നീ തടയരുതേ റബ്ബേ എന്നൊരു വലുതാണ് ശുക്രമാണ്. നമ്മൾ വിചാരിക്കും അല്ലാഹു തആല നമ്മൾ കുറേ ഇബാദത്ത് ചെയ്യുന്ന ഭയങ്കര സംഭവമാണ്. അടുത്തുള്ള ക്ലാസ് 10 കിട്ടുന്നുണ്ടല്ലേ. നമ്മൾ വിചാരിച്ചു അല്ലാഹു തആല കുറേ ഇബാദത്ത് എന്നറിയോ, സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ കുറേ നിസ്കാരം കുറേ ചെയ്തോളൊന്നല്ല. റസൂൽ പറഞ്ഞില്ലേ, ഒരു വേശ്യയായ പെണ്ണ് ഒരു നായിക്ക് വെള്ളം കൊടുത്തു, ഒരു നായിന്റെ മോന് വെള്ളം കൊടുത്തതിന്റെ പേര് ആ പെണ്ണ് പോടല്ലേ സ്വർഗത്തിൽ. റസൂൽ ഞാൻ പറഞ്ഞില്ല, റസൂല് പറഞ്ഞതാ. കാലങ്ങളായി നോമ്പ് നോറ്റൊരു പെണ്ണ് ചെയ്തെന്താ, അള്ളാഹുവിന്റെ സൃഷ്ടിയായ പൂജയെ കെട്ടി അതിന് വെള്ളം കൊടുക്കാണ്ട് അതങ്ങനെ വിശന്ന് കരഞ്ഞ് മരിച്ചു. അതിന്റെ പേര് ആ പെണ്ണിവിടെ നരകത്തില്ല. അപ്പൊ നിസ്കാരം തന്നെ പഠിച്ചോന്റെ അടുത്ത് വാങ്ങി. നിസ്കാരം നമ്മൾ പറഞ്ഞ നിസ്കാരം നമ്മൾ നിസ്കരിക്കണോ? അതിന്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം വേണ്ട പൂജകൾ കൊടുത്താൽ മതി, അങ്ങനല്ല. നിസ്കാരം നമ്മൾ നിസ്കരിക്കണം, പക്ഷെ കുറേ കെട്ടി പറഞ്ഞ നമ്മുടെ കൽബിൽ ഒരു ഇഷ്ടമാണ്. അല്ലാഹ് പഠിച്ചോനെ ഒരാൾക്ക് എന്തോ ഒരു വിഷമം നമ്മുടെ കൽബിൽ പഠിച്ചോനെ എന്റെ സുഹൃത്തിന് വിഷമം പഠിച്ചു മനസ്സിന് ഒരു എപ്പോഴും സെലീമായ കൽബുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുക? നമുക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൽബ് ശുദ്ധയും. നമ്മളെ ചെറുകുട്ടി കുറെ തെറ്റുകൾ കൊണ്ട് നമ്മുടെ കൽബ് കഠിനമായി. ആളുകൾ പ്രത്യേകത അവർക്ക് എപ്പോഴും ഒരു കരച്ചില്, ഒരു നല്ലൊരു ചോറ് വന്നു പഠിച്ചോനെ അൽഹംദുലില്ലാ എനിക്കൊരു ചോറ് തിന്നാൻ പറ്റില്ലല്ലോ എന്നൊരു നീയത്തോട് തിന്നോ. അള്ളാഹ് അതാണ് ഇഷ്ടം. അല്ലാതെ നമ്മൾ ഒരാളെ പോയി അള്ളാഹു തആല എത്രയോ നിഅമത്തുകൾ തന്നിട്ട് അതെല്ലാം ഉപയോഗിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ചിലർ പറയും ദുനിയാവല്ലേ, ഒരാളെ ഉപ്പാദിനെ കൊടുക്കി അത് ദുനിയാവല്ലേ അത്ര മതി, അങ്ങനെയല്ല വേണ്ടത്. എത്ര വലിയ നിഅമത്ത് നമ്മളിവിടെ ഉപയോഗിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടത നമ്മളാണ് ഈ നിഅമത്തിനെ എല്ലാം ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര നല്ല അടിപൊളി വണ്ടിയാണ്, നിസാം പെട്രോളിന്റെ ഒരു വണ്ടിയാണ്. അതിന് യാത്ര പോകുമ്പോൾ അതിന് ദൂരപ്പെടുക്കുക അൽഹംദുലില്ലാഹ് എന്ന നിയത്ത് വെച്ചിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഓപ്ഷൻ പിടിച്ചെന്നുണ്ടായി പോകേണ്ടത് ആഹ്റം രക്ഷപ്പെടുത്തുന്നത് ബേജാറാവേണ്ട. അള്ളാഹുവിന്റെ ദുനിയാവ് അത്ര വിശാലമാണ്. അവരുടെ നിഅമത്തുകളൊക്കെ നമ്മൾ ആസ്വദിച്ച് ശുക്ർ ചെയ്താൽ അതാണ് വലുത്. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ ശുക്ർ എന്താ? അള്ളാഹുവിന്റെ ഭൂമിയുടെ അവരുടെ വീടിന്റെ മുന്നിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അൽഹംദുലില്ലാഹ് ഞാൻ ഇത്രയും കുറേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, എനിക്ക് തൗഫീഖ് തന്നല്ലോ, ഇനി ഇതുപോലെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കി തരണേ അല്ലാഹ് എന്നാണ് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിച്ചു. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു നിമിഷം നമുക്ക് വരാൻ പോകുന്നു. എന്താ അർത്ഥം? എന്റെ അടിമ എന്നെ എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അതുപോലെ. ഒരാളെ എന്റെ പഠിച്ചോ പോലെ അങ്ങനെ ഇതൊക്കെ എനിക്ക് തന്നല്ലോ, ഇനി പഠിച്ചോ തരുന്നാണ് പഠിച്ചാൽ വിചാരിക്കുന്നത്. ഇനിയും അപ്പൊ നമ്മളൊരു പോസിറ്റീവ് മൈൻഡുള്ള ഒരാളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നല്ലോ, എന്തൊക്കെ ഈ നിയമത്തൊക്കെ എനിക്ക് തന്നല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞാൻ പരാതിപ്പെട്ടി പറയണ്ട. അൽഹംദുലില്ലാഹ് അല്ലാഹുവേ ശുക്ർ, ഇനി എനിക്ക് നിലനിർത്തി തരണേ, ഇനി കൂട്ടി തരണേ, നീ തന്നതെന്ന് എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ലല്ലോ പഠിച്ചോ. ഇങ്ങനെ പോയി പറഞ്ഞു അല്ലാഹു തആല വഇൻ ശകർതും ലഅസീദന്നകും. ശുക്ർ ഇങ്ങനെ കൂട്ടിയാൽ മതി, വേറെ ഒന്നും ബേജാറാണ്. അപ്പൊ നമ്മൾ ആ കാബിന്റെ മുന്നിൽ നിന്നിട്ട് നല്ലൊരു നിസ്കാരം, നല്ലൊരു ശുക്റിന്റെ സുജൂദ്, അത് കഴിഞ്ഞ് രണ്ട് കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് നേരിട്ടുള്ള ഒരു ദുആ. ആ ദുആ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകാനുള്ളത്
സംസം വെള്ളം. പിന്നെ കാണാൻ കിട്ടാവില്ല, മനസ്സ് നിറയെ സംസം വെള്ളം കുടിക്കുന്ന സുന്നത്ത് ജീവിതത്തിലെ നമ്മുടെ എപ്പോഴും പറയുന്ന സംഭവം. ജീവിതത്തിൽ സംസം വെള്ളം പോലത്തെ ഒരു പരിശുദ്ധമായ ഒരു പാനീയം ലോകത്തില്ല. അതൊക്കെ കുടിച്ചിട്ടുണ്ടാവും, ആരെയൊക്കെ കൊണ്ടുവന്ന് കുടിച്ചിട്ടുണ്ടാവും. ഇത് പരിശുദ്ധമായ ഉംറ നിർവഹിച്ച് തവാഫ് ചെയ്ത് കാബയുടെ മുമ്പിൽ നിന്ന് അല്ലാഹുവിനെ നേരിട്ട് മുനാജാതാക്കി കുടിക്കുന്ന ആ സംസമുണ്ടല്ലോ, മാഉ സംസം ലിമാ സുജിബ ലഹു എന്ന എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത്, ആ ദുആ സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസം. ലിമാ സുജിബ ലഹു, എന്താണോ വിചാരിച്ച് കുടിക്കുന്ന അതിലുള്ളത്. ദോഷം കൊടുക്കാൻ ലോകത്ത് കുടിക്കാൻ പറ്റുന്ന വെള്ളം ഉണ്ടെങ്കിൽ സംസം. നമ്മളൊക്കെ ചായ കുടിച്ചു, ചായ കുടിച്ചാൽ ദോഷം കൊടുക്കൂല. കട്ടൻ ചായ കുടിച്ചു ഉറക്കു പോവും. ടാക്സി കുടിച്ചു, നല്ല ബിരിയാണി തിന്നാൽ വളരെ സുഖമുണ്ടാവും. ധൂമ് കുടിച്ച് രാത്രി നമുക്ക് ഉറക്കം പണിയെടുക്കാൻ പറ്റും. ഓർക്കിസ് കുടിച്ച് ക്ഷീണം മാറും. സംസം കുടിച്ചാൽ ദോഷം കൊടുക്കും. ദോഷം കൊടുക്കാൻ പറ്റുന്ന വെള്ളം സംസം കുടിക്കാൻ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ എത്ര എന്തൊക്കെ രോഗങ്ങളുണ്ട്, എന്തൊക്കെ ബാക്ടീരിയകളുണ്ട് ലോകത്ത്. നമ്മൾ അറിയുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ബാക്ടീരിയ കയറി കുടിക്കാൻ. പഠിച്ചവന്റെ സംസാണ് എന്താണോ ചോദിക്കുന്നത് അതിന് ജവാബ് എന്നാണ് പറയുന്നത്. ഈ ശരീരത്തിൽ എന്തൊക്കെ അസുഖങ്ങളുണ്ട് എനിക്കറിയില്ല ഉറപ്പേ. ഈ സംസാരിന്റെ മുതലുകൊണ്ട് എല്ലാ ബാക്ടീരിയകളും എല്ലാ വൈറസുകളും പോണെ ശാരീരികമായി ആത്മീയമായിട്ട് പഠിച്ചവന്റെ കൽബിന് ശുദ്ധിയാക്കി തന്നെ അസദ് കിബറ് റിയായ് എല്ലാം നമ്മുടെ കൽബാണ്. കൽബിലേക്കും ശരീരത്തിലേക്കും മനസ്സറിഞ്ഞുകൊണ്ട് ശരീരം മനസ്സറിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് സഫാ മറുവക്കിടയിൽ സഹിച്ച്. ഇതാണ് നമ്മുടെ ഉംറയുടെ മൂന്നാമത്തെ പണി. സഫ എന്ന് പറയുന്ന ഒരു മലയുണ്ട്, മറുവ എന്ന് പറയുന്ന ഒരു മലയും. നമ്മളെ എല്ലാ ഉമ്മയോട് ക്ഷണിച്ച് ഇബ്രാഹിം ഈ ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരുപാട് കേട്ടതാണ്. നമ്മൾ ഇബ്രാഹിം നബിയെ ഓർക്കാവുന്ന സഫമായ മല കയറിയിരുന്നത്. അതുപോലെ തന്നെ ഹജറാബി നമ്മൾ ഓർക്കണം. അപ്പൊ നമ്മുടെ ചെറിയൊരു കുട്ടിയാകുമ്പോൾ കാരണം എത്ര അസ്വസ്ഥരായി നമ്മളൊക്കെ. ഞാൻ പ്രസംഗം തന്നെ കാരണം ഒരു കുട്ടി കാര്യം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? എന്നാൽ ഇസ്മായിൽ നബി എന്ന് പറയുന്ന പിഞ്ചു പയ്യന് ശതാബ്ദങ്ങൾക്ക് മുമ്പോട് കരഞ്ഞിട്ടുണ്ട്. എങ്ങനെ കരഞ്ഞത്? കാലങ്ങളായി കിട്ടിയില്ല, ഒരു മോനെ കിട്ടിയില്ല. ഇബ്രാഹിം നബി പ്രാർത്ഥനയിലാണ്, പഠിച്ചോനെ ഒരു കുട്ടിനെ വേണം. നമുക്ക് ആഗ്രഹമല്ലേ ഒരു കുട്ടി ഉണ്ടാവാൻ? എത്ര വലിയ സന്തോഷം. നമ്മൾ കരഞ്ഞ് അള്ളാഹുവിനോട് ഒരുപാട് കാലങ്ങൾ പ്രാർത്ഥിച്ച് അവസാന വാർദ്ധക്യ സമയമായപ്പോ അള്ളാഹു നൽകിയ ഒരു കൺമണിയാണ് ഇസ്മായിൽ നബി. ഇസ്മായിൽ നബി കിട്ടിയപ്പോൾ അള്ളാഹിന്റെ അടുത്തോട് ആരാരുമില്ലാതെ വിജനമായ മരുഭൂമിയിലെ കാബ എന്ന് പറയുന്ന മക്കയിലെ സ്ഥലത്ത് കൊണ്ടുപോയി കുട്ടിയെയും ഭാര്യയെയും ഉപേക്ഷിക്കും. അള്ളാഹുവിന്റെ കൽപ്പന. പ്രവാചകനായ ഇബ്രാഹിം നബി അത് പോയി ചെയ്യാനാണ് രക്ഷയില്ല. അള്ളാഹു എന്ത് പറയുന്നു അത് കേൾക്കുന്ന പ്രവാചകന്മാർ ഈ ചെറിയ പൈതൽ ഒന്ന് കൺകുള്ളിലെ കണ്ട് കൊതിരില്ലാത്ത കുട്ടിയെയും തന്റെ ഭാര്യയെയും ആരാരുമില്ലാതെ ഈ മക്ക വിജനത്തിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സഭന്റെ മല കയറുമ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഓർമ്മ വരണം. നിങ്ങൾ കേട്ടതേക്കും. ഈ മല കയറുമ്പോൾ നമ്മൾ ഇവരെ ഓർക്കണം. ആദറാ ബീവിയെ നമ്മൾ ഓർക്കണം, ഇസ്മായിൽ നബിയെ ഓർക്കണം. പൈതൽ മുല പിടിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ ആരുമില്ലാത്ത ഞാൻ പറഞ്ഞു എന്റെ ഒരു കുട്ടിയെ പോലെ എന്നോട് പറയാതെ അരമണിക്കൂർ ആ കാണുന്ന റൂമിൽ ഞാൻ കൂട്ടിയിടും, നിങ്ങളും കൂട്ടിയിടും. ഓരോ നമ്മളിപ്പോ കാറ് നല്ല ഏസിട്ട കാറിൽ നമ്മൾ പോയേക്കാണ്. ആ കുട്ടികളുടെ കാര്യം പുസ്തകം വളരെ ചിലപ്പോൾ സാധ്യത അവിടെ കേട്ടാൽ നമ്മൾ വണ്ടിയിലിടോ? ആ ഒരു 5 മിനിറ്റ് പോലും നമ്മൾ ഇടൂല. അത് നമ്മളിലേക്ക് കൂട്ടി ഈ നമുക്ക് പുറത്താണ് പിടിച്ചാൽ പറയാം എന്താണ് നമുക്ക് ഏക ഈ സഭ ഏക ഈ മറവ ഏക നമ്മൾ ഈ കീറണത് നമ്മളിലേക്ക് കൂട്ടി നോക്കണം. അങ്ങനത്തെ സഭ മറവയിലേക്ക് ആലറബി എന്തിനാ ഓടിയത്? പിഞ്ചു പൈതലായ കുട്ടിയെ ഒന്ന് ഫുള്ള് കണ്ണുകൊണ്ട് കണ്ട് പൊരുതിയതിന് മുന്നിൽ ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഒറ്റക്കിട്ട് പോയി. ഓട്ടോ അതിനെന്താ ജ്യൂസ് കൊടുത്തുക്കോ, ഈത്തപ്പായം കൊടുത്തുക്കോ, വെള്ളം കൊടുത്തുക്കോ, ഒന്നും കൊടുത്തില്ല. ഭക്ഷണമില്ല, വെള്ളമില്ല. കുട്ടിക്ക് കൊടുക്കുന്ന പാല് അകിടിൽ മുലപ്പാല് പോലും ഇല്ലായിട്ട് ഹാജറായി തട്ടോട്ടോടാണ്. നമ്മളിലേക്ക് നമ്മൾ കുട്ടി നമ്മുടെ ഭാര്യ കുട്ടിക്ക് വെള്ളം കൊടുക്കാതെ നമ്മളൊക്കെ സങ്കടപ്പെടും. അങ്ങനെ ഹാജറാ ബീവിയെ ഓടാൻ ആദ്യം സഫന്റെ മേലെ പോയി സഫായി പറയാൻ മലയിൽ പോയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ? ആരും കാണില്ല. അപ്പൊ കുട്ടി കരയുന്നുണ്ട്. ഓടി കുട്ടിയുടെ അടുത്ത് വരും. സംസം പിടിക്കുന്ന സ്ഥലങ്ങൾ ഓർമ്മ വരും. കാബയുടെ തൊട്ടപ്പുറത്ത് സംസം വെള്ളം വെച്ചിട്ടുണ്ട്. 9 കിണറായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നല്ല ലോകത്ത് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ വെറ്റാത്ത വെള്ളത്തിന്റെ കിണറിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ആൾക്കാരങ്ങൾ അത്ഭുതങ്ങളുടെ കഥ പറയുന്ന മണ്ണിലേക്കാ പോണത്. ഓരോ മണൽ തൈകൾക്കും കഥകളുടെ ചരിത്രങ്ങളുടെ ഒരുപാട് ഓർമ്മകൾ തരാനുണ്ട് അവിടെ. അങ്ങനെ സഭയിൽ നിന്ന് ഓടി വരും ഹാജറാ ബീവി. ഇതിനടുത്ത് കുട്ടി വീണ്ടും കരയാൻ ശബ്ദം ഉണ്ടാവില്ല. ഒരു
പാല് പോയിട്ട് വെള്ളം കൊടുക്കാനായിട്ടാണ് ഈ ഓടുന്നത്. അത് പിന്നെ അഥവാടി പിന്നെ മറവയിലേക്ക് ഓടാണ്. മറവയിലേക്ക് ഓടുമ്പോൾ വല്ലാത്ത വിഷമുണ്ടാവും. കുട്ടിയെ ഒറ്റയ്ക്ക് എടുത്തിട്ടാണ് ഓടുന്നത്. സ്വന്തം ദാഹത്തിനല്ല, കുട്ടിയുടെ കരച്ചിൽ കേട്ട് മറവ എന്ന് പറയുന്ന മല നമ്മൾ കയറും. അവിടെ ഓടിയിട്ട് അവിടെ നിന്ന് നോക്കും, അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ ബേജാറാവും, പഠിച്ചോനെ ഞാൻ കുട്ടിനെ ഒറ്റക്കാണ് വിട്ടു പോകുന്നത്, കുട്ടിനെ എന്തെങ്കിലും വന്യജീവികൾ കൊണ്ടുപോവോ എന്ന് ബേജാറായിട്ട് ഹാജറാവി തിരിച്ചു ഓടും. ഈ ഓട്ടം കണ്ട് അവസാനം ജിബ്രീൽ ഓടി വന്നിട്ട് തന്നെ ചിറകിട്ടടിച്ച വെള്ളത്തിന്റെ പേരാണ് സംസം. ഈ സംസമാണ് നമ്മൾ കുടിക്കുന്നത്. ലിമാ ശുരിബലഹു, നിയത്ത് വെക്കണം റബ്ബേ, ഈ ഇസ്മായിൽ നബിയും ഈ ഇബ്രാഹിം നബിയും ഈ ഹാജറ ബീവിയും ഓർത്തുകൊണ്ട് കുടിച്ചാൽ തീരാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല, കുടിച്ചാൽ തീരാത്ത വിഷമങ്ങൾ ഉണ്ടാവില്ല. അന്ന് ഹാജറ ബീവി പറഞ്ഞതാണ് സംസം. കണ്ട് സന്തോഷിച്ചു, പ്രസവനെ വെള്ളാണല്ലോ ഈ വരുന്നത്, ആരുമില്ലാത്ത മരുഭൂമിയിൽ വെള്ളമാണ്. ഹാജറ ബീവി അന്ന് സഹിച്ചെടുത്തിനാ. ഇന്ന് നമുക്ക് പോയി കുടിക്കാനാ. ഇന്ന് നമ്മൾ പോയി കുടിക്കണമെങ്കിൽ അന്ന് ഹാജറ ബീവിയുടെ ആ വിഷമം നമുക്ക് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയതാ. നമ്മൾ ഹാജറ ബീവിനെ ഓർക്കണ്ടേ, ആ ഇസ്മായിൽ നബിനെ ഓർക്കണ്ടേ, ആ ഇബ്രാഹിം നബിനെ ഓർക്കണ്ടേ. ഇബ്രാഹിം നബിയുടെ എത്ര കഥകളാണ് അവിടെ ഉള്ളത്. അവിടെ മഖാം ഇബ്രാഹിം കാണാം. കുറച്ചു കാലം വലുതായതിനു ശേഷം ഈ ഇബ്രാഹിം നബിയും ഈ ഇസ്മായിൽ നബിയും കാബ പണിയുന്നുണ്ട്. കാബ പണിയുന്ന സമയത്ത് കാബന്റെ കല്ല് മേലോട്ട് കയറ്റാൻ കഴിയുന്നില്ല. അപ്പൊ നോക്കുമ്പോ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആദ്യം ഒരു കല്ല് എടുത്തു കൊടുത്ത്, രണ്ടെണ്ണം എടുത്തു കൊടുത്ത്, പിന്നെ അത് കല്ല് പൊങ്ങുന്നില്ല. അപ്പൊ ഇബ്രാഹിം നബി നിന്ന് കയറുന്ന ഒരു കല്ലുണ്ട്. ആ കല്ല് സ്വന്തം പൊങ്ങാൻ തുടങ്ങി. ഇബ്രാഹിം എന്ന് പറഞ്ഞ ചെല്ലുകൂട് അതിൽ കാണാൻ ഒരു കാൽപാലം, അതിലൂടെ ഇസ്മായിലിന്റെ കാൽപാലമാണ് ലിഫ്റ്റായി വർക്ക് ചെയ്ത ഒരു കല്ല്. ഇന്നത് സ്വർണ്ണക്കൂടിൽ ഞാൻ ചില്ലിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി കാണും. ഇബ്രാഹിം നബി നമ്മൾ ഓർക്കണം, ഇസ്മായിൽ നബി നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മൾ ഇബ്രാഹിം നബി ഓർക്കുന്ന നാളെ സ്വർഗത്തിൽ കാണാം. ആ ഹാജറബിയെ ഓർത്തുകൊണ്ട് അവരോട് കൂടെ നമുക്ക് സ്വർഗം പ്രവേശിക്കാം. അങ്ങനെ നിയമത്തിന്റെ വലിയ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മനസ്സ് നിറയെ കുടിച്ചു. അന്ന് ഹാജറ ബീവിയുടെ പേരാണ് സംസം. കിട്ടുന്നില്ല, ഞാൻ പറഞ്ഞു പോവാണ്. അങ്ങനെ പിടിച്ച് കിട്ടാത്ത സംസം അടങ്ങി എന്ന് പറഞ്ഞപ്പോ വെള്ളം അടങ്ങി. ഇത് ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും അടങ്ങാനുള്ള ഒരു വെള്ളത്തിന്റെ പേരാണ് സംസം. നിങ്ങളുടെ മനസ്സും ശരീരവും നിറയെ പോയി കുടിക്കുക. എത്രത്തോളം കുടിക്കാൻ പറ്റും അത്രത്തോളം കുടിക്കുക. ഒഴിവുള്ള സമയത്തിലൊക്കെ പോവാ സംസം കുടിക്കുക. തിരിച്ചു വരുമ്പോഴേക്കും കണ്ണും ശരീരവും കൽബും മനസ്സും എല്ലാം സംസം പോലെ ശുദ്ധമായിരിക്കട്ടെ. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സഭാ മറുപടിയിലേക്ക് കയറാം. പറഞ്ഞത് അവിടെ നമ്മൾ എന്താക്കണം, കാബയിലേക്ക് കാബയിലേക്ക് നോക്കിയിട്ട് നമ്മൾ സഭയിൽ നിന്ന് മറവിയിലേക്ക് ഒന്ന്, മറവിയിൽ നിന്ന് സഭയിലേക്ക് രണ്ട്, ഇങ്ങനെ 7 പ്രാവശ്യം നമ്മൾ തവാഫ് ചെയ്യും. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു വീൽ ചെയർ ഉണ്ട്. ആ വീൽ ചെയറിൽ നമുക്ക് അവിടെ ചെയ്യാം. അല്ലാത്തവർ അനാഥസിൽ കഴിഞ്ഞാൽ നമ്മുടെ ഉംറയുടെ 4ാമത്തെ ഫർദ് തഹല്ലുലാണ്. ഉംറയിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. അൽഹംദുലില്ലാ, ചരിത്രപരമായ ഒരു ദൗത്യം നമ്മൾ നിർവഹിച്ച് നമ്മളതിൽ നിന്ന് ഒഴിവാകാൻ എല്ലാത്തിനും രംഗാണത് അല്ലേ. തൽക്കാലം അവസാനം കടലാകുറിച്ച് വിടാറില്ലേ ആ ഒരു രംഗാണ്. ആ രംഗത്തൊക്കെ നമ്മൾ കൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും അടുത്ത് പോയി നമ്മുടെ കൽബിനെ നമ്മൾ വെക്കണം. ഈ തഹല്ലുലാവുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ആസുലഭ നിമിഷമാണ് തീരാൻ പോകുന്നത്. ഒരു കഴിഞ്ഞിട്ട് തോന്നും നടക്കല്ലേ, നമ്മളാരെങ്കിലും നടക്കല്ല, പള്ളിക്കലെ നമ്മൾ നടക്കല്ല, ചിന്തം നടക്കുമ്പോൾ ശരിക്കും സ്പർശത്തോടും സുഖമൊക്കെ ചെയ്യും. ഇൻഷാ അല്ലാഹ് എന്നാലും വേണ്ടിയിട്ട് ചരിത്രപരമായ ദൗത്യത്തിന് നാന്ദി കുറിക്കുകയാണ് നമ്മൾ. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഒരു 3 മുടിയെ നമ്മൾ തൽക്കാലം നീങ്ങിയിട്ട് പ്രതീകാത്മകമായിട്ട് നമ്മൾ ഇതിന് തഹല്ലുലാവും. അതെങ്ങനെ പുരുഷന്മാരിൽ കാണാം, മുടി മുഴുവനായിട്ട് മുണ്ടനം ചെയ്യൽ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ മുടി മുഴുവനായി ഹലാക്ക് ചെയ്യുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂലിന്റെ ദുആ ഉണ്ട്. നമുക്ക് നേരെ പറ്റില്ല, അങ്ങനെ മുടി ഫുള്ളായിട്ട് പഠിക്കും. ഞാനിവിടെ ദുബായിൽ ഒരു കമ്പനിയുടെ മാനേജറാണ്. ഓട്ടും സൂട്ടും ആളുകൾ മൊട്ടയും അത് രസം ഉണ്ടാവില്ല, പ്രശ്നമില്ല. അടുത്ത ഓപ്ഷൻ ഉണ്ട്, മുടി ചെറുതാക്കാം. അത് പറ്റില്ല, ഞാൻ ലീഡറല്ലേ, ബേജാറാവണ്ട. അവർക്ക് ഓപ്ഷൻ ഉണ്ട്. ചുരുങ്ങിയത് 3 മുടിയെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്നു. അതിനുള്ളതൊന്നും അവൻ താഴോട്ട് ഇറങ്ങിക്കുന്നതല്ല, പക്ഷെ മേലോട്ട് കയറിയിട്ടുള്ള 3 മുടിയെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ ശരീരത്തിൽ ഒഴിവാകുന്നതോടുകൂടി നമ്മൾ അതുപോലെ സ്ത്രീകൾ അവരുടെ മുടിയുടെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഒരു ഇതോടുകൂടി പരിശുദ്ധമായ ഉംറ എന്ന് പറയുന്ന മഹത്തായ കർമ്മം അല്ലേ, ഉംറ എന്ന് പറയുന്ന മഹത്തായ കർമ്മം എന്ന് പറയുന്നതിന് പകരം അല്ലാഹുവിന്റെ വീട്ടിലെ അതിഥി എന്ന് പറയുന്ന ഈ സംരംഭത്തിന് നമ്മളൊക്കെ സാക്ഷിച്ചു. നമ്മൾ അന്നത്തെ ദിവസം വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച മാഷാ അല്ലാഹ് ഒരു ജുമുഅയാണ് നമ്മൾ പരിശുദ്ധമായ ഹറമിൽ
20 കഴിഞ്ഞു. നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. പോണം ഒരു 10 മിനിറ്റ് അങ്ങനെ നമ്മുടെ എന്റെ പൈസ 10 കഴിഞ്ഞോ? പൈസ വെള്ളിയാഴ്ച നമ്മൾ മാഷാ അല്ലാഹ് ഹറമിൽ കയറും. ജീവിതത്തിൽ ഇതുപോലത്തെ ജുമ നമുക്ക് കിട്ടില്ല. എല്ലാവരും എന്താക്കി വെച്ചാൽ വ്യാഴാഴ്ച നല്ല ക്ഷീണം ഉണ്ടാവും. സഫൈ മറവൊക്കെ പറഞ്ഞ് നല്ല താപായിരിക്കും. വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രി കണ്ട് ഉറങ്ങിയാൽ ചിലപ്പോൾ സുബൈക്ക് പൊന്തൂല. നമ്മളെന്താക്കും വേഗം സുബൈ ജമാഅത്തിന് പള്ളിയിൽ പോകാൻ പറ്റുമെങ്കിൽ ഹറമിനുള്ളിൽ കയറി ജമാഅത്ത് കഴിഞ്ഞ് വേഗം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊക്കെ കുടിച്ചിട്ട് ഹറമിന്റെ ഉള്ളിൽ കയറിയിട്ട് ജുമുഅത്തും ഹജ്ജുൽ ലിൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ ലിൽ മുഅ്മിനീൻ വെള്ളിയാഴ്ച ഇങ്ങനെ പറയല്ലേ ഹജ്ജ് വരാൻ പോവാൻ നമുക്കൊരു തൗഫീഖ് ഇല്ല. അതിന്റെ യഥാർത്ഥ മഹത്വത്തോടു കൂടി നമ്മൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോയാൽ ജുമുഅയുടെ ഹജ്ജിന്റെ കൂലി എന്ന് പറഞ്ഞ ആ ഒരു ജുമുഅ നമുക്ക് എവിടെ വെച്ച് കിട്ടാണ്? ഈ കാബന്റെ മുന്നിൽ വെച്ച് കിട്ടാണ്. മാഷാ അല്ലാഹ് വല്ലാത്തൊരു തൗഫീഖാണ്. നമ്മുടെ നാട്ടിലൊന്നും പെണ്ണുങ്ങൾക്ക് പള്ളി പോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹറമിന് പോകാൻ പറ്റും. വേഗം എന്താക്കാം, എല്ലാം ഒരുങ്ങി താങ്ങി വേഗം എന്താക്കാം ഹറമിലേക്ക് പോയിട്ട് ആ ജുമുഅക്ക് ഹറമൈൻ ശരീഫിലെ ജുമുഅ വലിയ ഭാഗ്യം. എന്താകണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടയുടെ ഡ്രസ്സിലായിട്ട് കയറണം. എന്നാൽ ഉള്ളിൽ കയറാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിയും. ഈ സമയത്തൊക്കെ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ ചിലപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഹറമിന് ജുമുഅക്കാണ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താകും, ഇതിനൊക്കെ ചെരുപ്പ് നമ്മുടെ കയ്യിലുമാണല്ലോ. അപ്പൊ നമ്മള് നല്ല വിലപിടിപ്പുള്ള ചെരുപ്പ് നിങ്ങൾ കയ്യിൽ വെക്കേണ്ട. ഒരു 3, 4, 5 ജോഡി ചെരുപ്പ് നമ്മൾ 10 രൂപ വണ്ടികളിൽ പോയാൽ മതി. ചെരുപ്പ് വാങ്ങി നമ്മൾ പെട്ടിയിൽ വെക്കാം. എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താകും, ചില ആൾക്കാരൊക്കെ ഈ തവാഫ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ചെരുപ്പ് ഇങ്ങനെ തവാഫ് ചെയ്യും. എത്ര പൈസ? 10 രൂപ. ഈ 10 രൂപ നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെടുവാന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താക്കും, തവാഫ് വിദേശം വഹിച്ചുകൊണ്ടുള്ള തവാഫ് കൊണ്ട് ഈ തവാഫ് ആകും. അവിടെ 20 രൂപ നമ്മളെല്ലാവരും അത് മാറ്റിച്ച നമ്മളെന്താക്കാന്ന് വെച്ചാൽ ചെരുപ്പ് അവിടെ കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ലെങ്കിലും വേണ്ട, ഹറമുക്കാണ് കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഏതെങ്കിലും സ്ഥലത്താണ് വെക്കുക. ഇൻഷാ അല്ലാഹ് വന്നാ കാണാം. വന്നില്ലേ പുതിയ 10 രൂപ ചെരുപ്പ് നമ്മുടെ ബാഗിലും വെക്കുക. ചെരുപ്പുള്ള ചെറിയ ബാഗുണ്ട്, ഇതിലും വെക്കുക. എന്നിട്ട് എന്താക്കുക, അല്ലെങ്കിൽ എന്താവും ഈ തവാഫിന്റെ അടുത്തേക്ക് ഞാനിപ്പോ ബാബു സലാമിന്റെ അടുത്താണ് ബാബു ഇത് അവിടെ ചിന്തിച്ചുകൊണ്ട് എന്താവും നമ്മുടെ തവാഫ് വേണം. അപ്പൊ എന്താ 3, 4, 5 ജോഡി ചെരുപ്പ് അവിടെ പെട്ടിയിലാണ് വെക്കുക. എന്നിട്ട് പോണ സമയത്ത് കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പുതിയ ചെരുപ്പ് എന്ന രീതിയിൽ എന്താക്കുക അടുക്കുക. ചില ആൾക്കാർ ഞാൻ ചെരുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബ ഏതാന്ന് ഓർമ്മ ഇവിടുന്ന് കാമിന്റെ മണ്ണ് ചെരുപ്പ് വെക്കുന്നല്ലേ. അപ്പോൾ 5 ജോഡി ചെരുപ്പ് നമ്മൾ വെക്കുന്നത്. ആ ചെരുപ്പ് കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ നമ്മുടെ ബാഗിലുള്ള പുതിയ ചെരുപ്പ് നമ്മൾ തിരിച്ചുണ്ടാവും. നല്ല ചൂടുണ്ടാവും. ഹറമിന്റെ ഉള്ളിൽ മാത്രമാണ് എന്ത് ചെരുപ്പില്ല, കാലടി കൊള്ളാത്തത്. ഹറമാണ് കഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ പോലെ ചെരുപ്പ് പോയിട്ട് അവസാനം അവിടെ തസ്ബീഹായ മുസല്ലിം ഇടയുടെ ചവിട്ടിട്ട് പോയി നല്ല ചൂടുണ്ട്. അപ്പോൾ 3, 4, 10 രൂപ വന്നിട്ട് പോയിട്ട് 10 രൂപ ചെരുപ്പ് പെട്ടി വെച്ചോളി. ഒരുപാട് മെച്ചം. അല്ലെങ്കിൽ നമ്മുടെ ചിന്ത മുഴുവൻ ഈ ചെരുപ്പായി. ഹറമിൽ കയറിയിട്ട് നമ്മൾ ആ ജുമുഅയിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ 3 ഉംറ ഇൻഷാ അല്ലാഹ് നമ്മൾ അമീറിനോട് ചെയ്യും. ചിലപ്പോ എന്താ വെച്ചാൽ അവിടെയൊക്കെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങാണല്ലോ. ഹജ്ജിന് ഒരുങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ പുതിയ ഹാജിമാരുടെ കോടിക്കണക്കിന് ആളുകൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ 2ാമത്തെയും 3ാമത്തെയും ഒരു തടയും ആളെ എണ്ണം ബ്ലോക്ക് ചെയ്യാൻ പണി നടക്കില്ലേ. അപ്പൊ 1ാമത്തെ ഉംറകൾ നിയന്ത്രിച്ചോളൂ. 1 എന്തായാലും ചെയ്യാം. 2, 3 ഇൻഷാ അല്ലാഹ് നമ്മൾ അമീർ തന്നെ കൊണ്ടു. പിന്നെ ഒരു വർഷത്തെ വെച്ചാൽ അവിടെ ആയിഷപ്പള്ളി എന്നൊരു പള്ളി 10 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് പിന്നെ ഒരു വണ്ടിയിലാണ് കൊണ്ടുപോയി. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എന്താക്കാം, ഇതുപോലെ തന്നെ അവിടെ നമ്മൾ റൂം തന്നെ വിളിച്ച് വൃത്തിയാണ്. അതിനുശേഷം നമ്മൾ നേരെ ആയിഷ പള്ളിയിലേക്ക് ഷട്ടിൽ ബസ്സിലോ കാറിലോ പോവാ. അവിടെ പോയിട്ട് ഞാനിതാ ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്ന നിയത്തെടുക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ നവീനത്തിൽ ഉംറത വഹറംതു ബിഹാ നമ്മൾ നേരത്തെ തോയിഫ് എന്ന് വെച്ചതുപോലെ അവിടെ നിയത്ത് വെക്കുക. അത് ലബ്ബൈക ചൊല്ലി അവിടെ അടുത്ത ഷട്ടിൽ ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ കൊണ്ടുപോയാ നേരെ ഹറമിൽ കയറുക. ഹജറുൽ അസ്വദിൽ നേരെ നിൽക്കുക. ഇങ്ങനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാ. ഉള്ളിൽ കയറ്റി ഞാനിതാ പിന്നെ ഉംറയുടെ 2ാമത്തെ ഫർളായ തവാഫ് ചെയ്യുന്നു നിയത്ത് വെക്കുക. 7 പ്രാവശ്യം ഇങ്ങനെ തവാഫ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ കാബനെ മുന്നിൽ നിസ്കരിക്കുക. അത് കഴിഞ്ഞ് സംസം കുടിക്കുക. സഫാ മലയിൽ മറവിലേക്ക് കയറുക.
7 പ്രാവശ്യം അവിടെയും തവാഫ് ചെയ്യാം, അതിനുശേഷം വീണ്ടും എന്താക്കാൻ വേണ്ടി പോയി. ഇതാണ് ഉംറ. ഞാൻ പറയുന്നത് കുറേ ഉംറകൾ പോയി ചെയ്യണമെന്നില്ല. ഈ കാണുന്ന കൽബോടുകൂടെ ശരിമായ കൽബോടുകൂടെ ഉംറ ചെയ്യാം. ഇൻഷാ അല്ലാഹ് കൂട്ടത്തോടെ പോകുന്നുണ്ടല്ലോ. പിന്നെ മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്ത ശേഷം പിന്നെ മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ വിശുദ്ധമായ മക്കയിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു കാണിച്ച ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുണ്ട്. മക്കയുടെ മണൽത്തരികൾക്ക് പറയാൻ മാത്രം കഥകളുള്ള ലോകത്ത് വേറെ സ്ഥലമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് 40ഓളം വരുന്ന സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഹജ്ജിന്റെ സീസൺ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും പല പണികൾ നടക്കുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ആരും വിഷമിക്കണ്ട. എല്ലാം ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്ന റാഹത്തുള്ള ഉംറ നിർവഹിക്കുന്ന അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 5 ദിവസം നമ്മൾ മക്കത്തുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പരമാവധി ഹറമിൽ സമയം ചെലവഴിക്കുക. ചിലപ്പോ റൂമിലാണ് പോയിരിക്കുന്ന നല്ല അടിപൊളി റൂമായിരിക്കും. വൈഫൈന്റെ പാസ്വേഡ് എത്രയാണ്? പാസ്വേഡ് ഒക്കെ തരാം. നിങ്ങൾ ഫുൾ ടൈം റൂമിലായി പോകരുത്. പാസ്വേഡ് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ നെറ്റ് ഉണ്ടാവും, ചിലപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം റൂമിൽ ചെലവഴിച്ച് ബാക്കി മുഴുവൻ ഹറമിലും അതുപോലെ തന്നെ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ചെലവഴിക്കും. പിന്നെ നമ്മൾ പോകാൻ വേണ്ടി ഇലാ ഹദ്റത്തി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ മദീനയുടെ മണ്ണിലേക്ക് നമ്മൾ പുറപ്പെടണം. മദീനയുടെ മണ്ണിലേക്ക് പുറപ്പെടുമ്പോൾ ഇതുപോലുള്ളതല്ല. മദീന അനുരാഗത്തിന്റെ സ്ഥലമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. നമ്മളൊന്നല്ല കാത്തിരിക്കുന്ന റസൂലിനെ. മഹ്ശറ എന്ന് പറയുന്ന വലിയൊരു ലോകത്തേക്ക് പോകുമ്പോ എന്ത് കിട്ടുന്നുണ്ട്? ഇൻഷാ അല്ലാഹ് മഹ്ശറ എന്ന് പറഞ്ഞ വലിയൊരു ലോകത്തേക്ക് പോകുമ്പോ എല്ലാവരും ഇങ്ങനെ സൂര്യൻ ഒരു ചാട് മേലെ ഇങ്ങനെ കത്താണ്. അല്ലാഹു നമുക്ക് ആവശ്യത്തിന് തണൽ തരുമാറാവട്ടെ. എല്ലാവരും ആദനബിനോട് പറയും, നിങ്ങൾ നമ്മുടെ വാപ്പല്ലേ, എല്ലാത്തൊരു ഇടങ്ങേറിലാണ് ഞങ്ങൾ വിട്ടത്, ഒന്ന് വേഗം കഴിച്ചാക്കി സ്വർഗത്ത് കാണി, സ്വർഗത്തിൽ നരകത്ത് കാണി, നരകത്തൊന്ന് വേഗം ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ആദനബി പറയും, മക്കളെ സംഭവം ഞങ്ങളെ വാപ്പയ്ക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ എന്നെ പണ്ട് സ്വർഗത്ത് നിന്ന് ഒരു പയം കഴിച്ചതിന്റെ വലിപ്പ പടക്കം കണക്ക് വയ്ക്കൊന്നും പെടിങ്ങൾ വേറെ അടി പോയിക്കോളിന്ന്. സ്വർഗത്ത് നിന്ന് പയം കഴിച്ചിട്ടാണല്ലോ എടുത്തിയത്. അപ്പൊ പിന്നെ അവസാനം ഇതൊരു മൂസാ നബിന്റെ അടുത്ത് ചെല്ലും. മൂസാ നബി നിങ്ങൾ അള്ളാന്റെ ഹബീബല്ലേ, കലീമുല്ലാഹി മൂസാ നബി അള്ളാഹിനോട് സംസാരിച്ച ആളല്ലേ, തുലിസിനാ പർവ്വതത്തിന് മേലെ സംസാരിച്ച നിങ്ങൾ അള്ളാന്റെ അടുത്ത ആളല്ലേ. മൂസാ നബി പറയും, എന്ത് പറയാനാ, ഞാൻ ഒരു കിബിത്തിനെ കൊന്ന കേസ് നിന്റെ പേരിൽ അതിൽപ്പെടുന്ന ചോദ്യം വരുന്ന സ്ഥലങ്ങൾ എനിക്ക് നടക്കൂല. ലോകത്ത് വരുന്ന 1,50,000-ഓളം വരുന്ന എല്ലാ ആളുകളും തള്ളുമ്പോഴും ലോകം കാത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ നാളെ പോയി സലാം പറയുന്ന ആ പ്രവാചക പുണ്യ ഭൂമിയെ കാത്തിരിക്കുന്ന ലോകമുണ്ട്. അതിനിടയിൽ ഒറ്റക്കിട്ട് സലാം പറയാൻ അവരുടെ റസൂലിന്റെ അടുത്ത് പറയും, നബിയെ ഞാൻ ശഫാഅത്ത് തരണമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി വീഴുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനത്തെ നബിയുടെ അടുക്കൽ പോകുന്ന ഒരു ചാൻസാണ് നമുക്ക്. അവിടെ നമ്മൾ ചെല്ലണം. അവിടെ ചെന്നിട്ട് നമ്മൾ എന്താക്കണം, ആ കില്ല പിടിക്കണം, ഒരു സലാം പറയണം. സലാം പറയുമ്പോൾ നബിക്ക് നമ്മളെ ഓർമ്മ വരണം. അതെങ്ങനെ ഓർമ്മ വരിക? മൻ സല്ലല്ലാ അലയ്യ സല്ലല്ലാഹു അലൈഹി അശറ എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത്. വേറെ ഭാഗത്ത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവായ ഞാനും എന്റെ മലക്കുകളൊക്കെ ഈ പുണ്യ നബിയുടെ പേരിൽ സലാത്ത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, സലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല വരെ റസൂലിന്റെ പേരിൽ എന്താക്കാൻ സലാത്ത് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ സല്ലല്ലാഹു അലൈഹി എന്നാൽ അല്ലാഹു തആല അതിൽ കരുണയുടെ ഒരു വർഷം എപ്പോഴും അല്ലാഹു പോലും റസൂലിലേക്ക്, റസൂലിനെ പറ്റി പറയുന്ന ബാബു വലുതാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, അങ്ങനെ ലോകത്തിന്റെ എല്ലാ ശ്രദ്ധാ കേന്ദ്രമായ ഈ റസൂലിന്റെ അടുക്കൽ പോകുമ്പോൾ നമ്മുടെ റസൂലിനെ തിരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ റസൂലിന്റെ പേരിൽ സലാത്തിന്റെ ഒരു ഭാണ്ഡവുമായി ചെല്ലാൻ കഴിയണം അല്ലേ? നമ്മൾ എപ്പോ സലാത്ത് ചെല്ലുന്നുണ്ടോ റസൂലുള്ളാഹിന്റെ പച്ചക്കുബയുടെ മേലെ ഒരു മലക്കിരിക്കുന്നുണ്ട്. ഈ മലക്ക് എന്താകും, നബിയെ ഫുലാൻ ഇബ്നു ഫുലാൻ അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞ് ഓരോ സമയവും അപ്ഡേറ്റ് ചെയ്യുന്ന മലക്കുകളുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സലാത്ത്, ഒരു 50,000 സലാത്തായിട്ട്, ഒരു 10,000 സലാത്തായിട്ട്, 1,00,000 സലാത്തായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നബി നോക്കൂലേ? എന്റെ പേരിൽ 50,000 സലാത്തിൽ വരുന്ന ആ ഒരു അബൂബക്കറാണല്ലോ വരുന്നത്, നബി നോക്കൂലേ? നബി കാണൂലേ? അത് നമുക്ക് സംശയമോ? എല്ലാം റസൂൽ കാണുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മഹത്വം നമ്മളങ്ങനെ അറിയണമെങ്കിലല്ലോ വേറെ ഒരു പരിപാടിക്ക് നമ്മൾ പോകില്ല. പിന്നെ നമ്മൾ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, അതാണ് റഹ്മത്ത് വിശാലാണ്, സ്വീകരിക്കൂല. നോമ്പ് വെച്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും സ്വീകരിക്കൂല. എന്നാൽ റസൂലുള്ളാഹിന്റെ പേരിലെങ്ങാൻ ഒരാൾ സലാത്ത് ചെല്ലുക, ഒരാൾ കാണാൻ വേണ്ടി ചെല്ലി, അതിന് വരെ കൂലി അല്ലേ? ഞാൻ മുമ്പ്
ഞാൻ ദിക്റുള്ള ആളാണല്ലോ, അപ്പൊ ഇതേപോലെ സിറാജിനൊന്നും ദിക്റുള്ള ആളാണ് തോന്നാമെന്ന് തോന്നിയാൽ അരിയായി ചിലപ്പോൾ പഠിച്ച പോലെ സിറാജിന്റെ അടുത്ത് പോയി വാങ്ങിക്കോ. എന്നാൽ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ഞാൻ സിറാജ് കാണാൻ വേണ്ടി ചെല്ലാലും നിങ്ങൾ കാണാൻ വേണ്ടി ചെല്ലാലും ലോകത്ത് ഒരാൾ കാണാൻ വേണ്ടി ചെല്ലിയതിന്റെ പേരിൽ ഒരു കൂലി പറയാത്ത ലോകത്തെ ഒരേ ഒരു ഇബാദത്തുണ്ടെങ്കിൽ സലാത്ത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ലാഭമുള്ള കച്ചവടത്തിൽ നിൽക്കാൻ ആർക്കില്ല ആഗ്രഹമുണ്ടോ? സലാത്ത് ചൊല്ലുക. ഒരിക്കലും കൊടുക്കൂല. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ലോകത്തിൽ രക്ഷപ്പെട്ട ആളുകൾ മുഴുവനും രക്ഷപ്പെട്ട സലാത്തുണ്ട്. അതുകൊണ്ട് മദീനയുടെ കവാടം കയറുമ്പോഴും എത്രത്തോളം സലാത്തിന്റെ ഭാണ്ഡവുമായി ചെല്ലാൻ പറ്റുമോ അങ്ങനെ ചെന്നാൽ, ആ കിമ പിടിച്ച് സലാം പറഞ്ഞാൽ, അവിടെ നിന്ന് കരഞ്ഞാൽ ചിലപ്പോൾ നാളെ നമ്മുടെ സ്വപ്നത്തിൽ കടന്നു വരുമ്പോൾ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമുക്ക് കടപ്പാടിന്റെ കണക്ക് തരാത്ത ലോകത്തെ ഒരേ ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് നമുക്ക് സ്വന്തം പോകാനുള്ള ചാൻസ്. പിന്നെ റസൂൽ പറയുന്നുണ്ട് മാബൈന വൈദ്യം റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിലെ റസൂലുള്ളാഹിന്റെ വീടിന്റെയും ഇടയ്ക്കൊരു സ്ഥലം റസൂലുള്ളാഹിന്റെ ഖബറോടെ ആയിഷ ബീവിയുടെ വീട്ടിലാ. ഇതൊക്കെ നമുക്ക് ഓർമ്മ വരണം. മദീനയിലേക്ക് പോകുമ്പോൾ നമുക്ക് കഥകൾ ഓർമ്മ വരണം. ആയിഷ ബീവിനെ ഓർക്കണം, സിദ്ദീഖ് തങ്ങളെ ഓർക്കണം, ഉമർ തങ്ങളെ ഓർക്കണം, ബിലാൽ തങ്ങളെ ഓർക്കണം. മദീന വല്ലാത്തൊരു രംഗാണ്. മദീന നിങ്ങൾ ആലോചിച്ചു നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന ഒരു മദീന നിങ്ങൾ സങ്കല്പിച്ചു നോക്കി. ആ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന സമയത്ത് എന്തെല്ലാം ചരിത്രങ്ങൾ കടന്നുപോയി നമ്മൾ പഠിച്ച കഥകളൊക്കെ ഓർത്തിട്ട് ആ കില്ല പിടിച്ചു നിൽക്കണം. അവിടെ ജന്നത്തുൽ ബഖീഉണ്ട്, എത്ര സ്വഹാബാക്കൾ കിടക്കുന്നുണ്ട്, ഫാത്തിമ ബീവി കിടക്കുന്നുണ്ട്, അവിടെ ആയിഷ ബീവി കിടക്കുന്നുണ്ട്. അവിടെ ഇവരുടെ അടുക്കൽ പോയി സലാം പറയാനുള്ള തൗഫീഖാണ് കിട്ടുന്നത്. റസൂൽ പറയാണ്, എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലമുണ്ടല്ലോ, അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. നാളെ സ്വർഗ്ഗത്തിൽ പോയാൽ നമ്മൾ കാണുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതേ സ്ഥലം ഭൂമിയിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരാണ് റൗള. അവിടെ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ഒരു ചാൻസ് നമുക്കൊക്കെ കിട്ടും അല്ലേ? സ്വർഗ്ഗത്തിൽ പോയി രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ഭാഗ്യമാണ്. ഞാൻ നിർത്താം. ഈ ഭാഗ്യം ഒരാളും നഷ്ടപ്പെടുത്തരുത്. പക്ഷെ ഇപ്പം സൗദി ഗവൺമെന്റ് അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഒരു നിയമം വെച്ചിട്ടുണ്ട്. മുസ്ലിം എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മളൊക്കെ നമ്മളോട് മൊബൈൽ എല്ലാവരുടെ കയ്യിലൊരു ഫോണുമാണ്. സ്വർഗ്ഗത്ത് പണിപ്പോ ഫോണാണ് സംവിധാനങ്ങളായി. അപ്പൊ എല്ലാവരുടെ കയ്യിലൊരു ഫോൺ. രണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് 2 പ്രാവശ്യം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോൺ നമ്മുടെ കയ്യിൽ വെച്ചാൽ നമുക്ക് സമയത്ത് അത് ഇപ്പോഴേ പോയിട്ട് നിങ്ങൾ ആരും മ്യൂസിക് ആപ്പ് പോയി ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോയിന്റ്മെന്റ് എടുക്കരുത്. അത് ഉസ്താദ് പറയും നിങ്ങൾ ഈ സമയത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് അതിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത്. സ്വർഗ്ഗത്തിൽ പോയിട്ട് സ്വർഗ്ഗത്തിൽ പോയ ഒരു സംഭവത്തെ അല്ലാഹു തആല നേരത്തെ പറഞ്ഞ നരകത്തിലേക്ക് കൊണ്ടുവരില്ല. നമ്മളെന്താ ചെയ്യാം? നമ്മൾ കാണുന്ന ഈ പരിശുദ്ധമായ ഈ പവിത്രമായ സ്ഥലത്തേക്ക് നമ്മളങ്ങ് കയറുന്നതോടുകൂടി നമ്മൾ എവിടെ എത്തി? സ്വർഗ്ഗത്തിലെത്തി. ഈ സ്വർഗ്ഗത്തിലെത്തി നമ്മൾ പിന്നെ അല്ലാഹു തആല പിടിച്ച് നരകത്തിൽ വിടൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ? നരകം തൊടൂല. ഒരു സ്വർഗ്ഗം തൊട്ട സാധനം നരകം തൊടൂല. നരകം തൊട്ട സാധനം സ്വർഗ്ഗത്തിൽ വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ കയറി നിൽക്കാൻ കിട്ടിയ തൗഫീഖ് ഉണ്ടാവും. ആഖിറത്ത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളൊക്കെ അതിന് പരിശ്രമിക്കണം. ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ആ മൊബൈൽ എല്ലാവരും മിസ്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിന് മിക്കവാറും നിങ്ങൾ അവിടെ എത്തിയ 3 ദിവസമാണ് മദീനത്തിൽ ഉണ്ടാവുക. ഒരു ദിവസം നിങ്ങൾ അവസാനത്തെ വെള്ളിയാഴ്ച, നിങ്ങൾ 10ാമത്തെ ദിവസം വെള്ളിയാഴ്ച ഹബീബിന്റെ ചാരത്തിൽ അവിടെ നിന്ന് ഒരു ജുമാ നിസ്കരിക്കുക. 2 ജുമാ ഉണ്ടാവും. ഒന്ന് മക്കത്തും ഒന്ന് മദീനത്തും. പിന്നെ ഹബീബായ റസൂലുള്ളാഹിന്റെ മദീനയിലൂടെ നടക്കാം. ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുണ്ട് അല്ലേ? മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച മണ്ണിലൂടെ ആ ഓർമ്മകളുമായി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്രത്തോളം തണുപ്പുള്ള ഒരു രംഗം ഉണ്ടാവില്ല. ഞാൻ നീട്ടുന്നില്ല. മദീന പറഞ്ഞാൽ സമയം രാത്രിയായാലും തീരൂല. അതുകൊണ്ട് മദീനയിലാണ് എല്ലാം ഉള്ളത്. നമ്മൾ രക്ഷപ്പെടാൻ ഭൂമിലോകത്ത് ഒരാൾക്ക് കൈവുണ്ടെങ്കിൽ അവരുടെ പേരാണ് റസൂൽ. ആ റസൂലുള്ളാഹിയുടെ അടുക്കൽ പോയി നമ്മൾ എല്ലാം വാങ്ങി വരണം. ദുനിയാവും വാങ്ങണം, ആഖിറവും വാങ്ങി വരണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സലാത്തിന്റെ ഒരു ഭാണ്ഡവുമായി നമ്മൾ ചെയ്യാം. ഉറപ്പായി നമ്മൾ ചെല്ലിയ സലാത്തിൽ ഒരു കണിക പോലും കുറയാതെ നമുക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ സലാത്ത്. മക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പടച്ചോനെ പുറത്തു തരണേ. അപ്പോൾ നമ്മുടെ കൽബ് സോഫ്റ്റ് ആവും. സലാത്ത് ചൊല്ലുന്നതോടുകൂടി ഈമാൻ വർദ്ധിക്കും. ഇങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു പ്രശാന്തമായ നിസ്കാരവും പ്രശാന്തമായ ഒരു സലാത്തൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ജീവിതത്തിൽ അല്ലാഹു തആല നമ്മളോട് ഉദ്ദേശിക്കുന്ന വലിയൊരു ദൗത്യം പൂർണ്ണമാവുകയാണ്. കുറേ കാലം നമ്മളില്ലല്ലോ. 1 വർഷത്തിനിടയിൽ അല്ലാഹു തആല നമുക്ക് 1ാമത്തെ പടി ഞാൻ പറഞ്ഞു,
രണ്ടാമത്തെ വിളിക്ക് നമ്മൾ ഒരുങ്ങി. ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വിളി ഞാൻ പറഞ്ഞില്ലേ, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലാഹു വിളിക്കുന്ന ഒരു വിളിയാണ്. ആ വിളിക്ക് മുമ്പ് നമുക്ക് ഇവിടേക്കൊന്ന് പോകണം, ഈ നബിയുടെ കൂടെ നിൽക്കണം. ആ നബിയോട് സലാം പറഞ്ഞാൽ നാളെ നമ്മൾ നബി കാണൂലേ, ജമാഅത്തിൽ ഉൾപ്പെടുത്തൂലേ, അബ്ദുൽ ഖാദിർ പിടിക്കൂലേ എന്നിട്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചരിത്രപരമായ വലിയൊരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഓർമ്മകൾ മാത്രം ഒന്ന് ഓർമ്മിക്കുക എന്നുള്ള ചിത്രം മാത്രമേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. അല്ലാണ്ട് ഉമ്മയുടെ സാധ്യതകളൊന്നും പറയാനൊന്നുമില്ല. 4 കാര്യങ്ങളാണ് ഉമ്മക്കുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നിയത്ത് വെക്കണം, അത് നമ്മൾ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് വെക്കും. രണ്ടാമത് നമ്മൾ തവാഫ് ചെയ്യും. 3 നമ്മൾ സഈ ചെയ്യും. 4 നമ്മൾ മുടിമുറിക്കും. ഇതോട് ഉംറ ചെയ്യും. പക്ഷെ ഉംറയോട് കിട്ടേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എത്രത്തോളം ഉൾക്കൊണ്ടുവെന്ന് എനിക്കറിയില്ല. ഞാൻ ആ രീതിയിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഉദ്ദേശിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊരു റാഹത്തുള്ള സന്തോഷമുള്ള ഒരു യാത്രയായിട്ട് തീർത്തുമാറാവട്ടെ. അപ്പോൾ ഈ ഭൂമിയിലേക്ക് വന്നതൊരു യാത്രയാണ്. ഇനി ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു യാത്രയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കൊരു യാത്ര, മൂന്നാമതൊരു യാത്ര അല്ലാഹുവിലേക്കുള്ള മടക്കമാണ്. അതിന് മുമ്പുള്ള ഒരു സൽക്കാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചരിത്രപരമായി നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മഖബൂലും അപൂർവമായ ഉംറ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ഹബീബിന്റെ ചാരത്തിൽ നിന്നുകൊണ്ട് സലാം പറഞ്ഞ് ആ ഹബീബിനെ കാണുമ്പോഴൊക്കെ സ്വപ്നത്തിലും നേരിട്ട് കാണാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബിന്റെ കൈകൊണ്ട് അബ്ദുൽ ഖാദിർ വാങ്ങി പിടിക്കുന്ന നബിയേ, ഞാനും അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ ആ ഹബീബിന്റെ കൈകൊണ്ട് അബ്ദുൽ ഖാദിർ വാങ്ങുമ്പോൾ നമ്മൾ ഓർക്കാൻ അതിനൊരു ചാൻസ് ആണ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിന്റെ ആ ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ സലാം പ്രകടിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലിഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. രണ്ട് കാര്യം കൂടി പറയുന്നു. പോണ സമയത്ത്